അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീ കുരിശിൽ നിന്റെ ജീവൻ സമർപ്പിച്ച ലോകത്തിൻ്റെ രക്ഷയുടെ ഈ വിശുദ്ധ ദിനത്തെ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞത്, വീണ്ടും നിന്റെ മരണം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ നന്ദിയോട് അനുസ്മരിക്കുന്ന കർത്താവേ. നിന്റെ രക്ഷയുടെ കുരിശ് ഞാൻ ഉയർത്തിക്കൊണ്ട് ആരെല്ലാം തിന്മയുടെ ശക്തികളിൽ അകപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം പാപശാപങ്ങളിൽ വീണിട്ടിട്ട് മുന്നോട്ട് ഗതി കിട്ടാതിരുന്നിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ നിന്റെ പാപശാപ ബന്ധനങ്ങളെ ഈശോ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയെ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും
ഇന്ന് ഓരോരോ കാര്യങ്ങൾക്കായി യാത്ര തിരിക്കുന്ന എല്ലാവരും, ഓരോരോ വിഷയങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുന്നതും അതിൻ്റെ ഉപായം കണ്ടെത്താൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾ സർവോപരി മുതുകിന് മുഴുവൻ നീര് വന്നിട്ട് ഷർട്ട് പോലും ഇടാൻ പറ്റാത്ത ഒരാളെ പുരുഷനെ കാണിക്കുന്നൊരു കർത്താവ്. ആ മകൻ്റെ മുതുകിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ നിഴൽ വീഴുന്നു. അവനെ കർത്താവ് സുഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out your spirit, the fire fingers soak with the precious blood. I command you, in the name of Jesus Christ, you be healed. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദിവസമാണ്. എൻ്റെ ഹൃദയത്തെ എപ്പോഴും ബാധിച്ചിട്ടുള്ള കർത്താവിൻ്റെ അന്ത്യവിനാഴികയെക്കുറിച്ചുള്ള ഐസയുടെ പ്രവചനങ്ങളുണ്ട്. അത് നമ്മളിന്ന് എല്ലാവരും സുവിശേഷമായിട്ട് വായിക്കും. അത് ഐസയ 53:7 നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്. അത് വെറുതെ വായിച്ച നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. ആദ്യം യേശുവിനെ സ്നേഹത്തിൽ ഫീൽ ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ്. പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരും ഒക്കെ എല്ലാം വീട്ടിൽ ഈ ദിവസങ്ങളിൽ ഈ പുത്തമ്പാനെയൊക്കെ വായിച്ച് ഇരുന്ന് കരയണ കണ്ടിട്ടുണ്ട് ഞാൻ. നമുക്കിന്ന് ദൈവത്തിന് അവർക്കുണ്ടായതിനേക്കാൾ അറിവുകളുണ്ട്, പക്ഷെ ആത്മബന്ധമില്ല. ഇത് ഒരു ട്രാജഡിയാണ്. അറിവ് കൂടിയപ്പോൾ ആത്മബന്ധം കുറഞ്ഞു, അതുകൊണ്ട് അനുഭവങ്ങളും കുറഞ്ഞു. ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ ട്രാജഡി. യേശുക്രിസ്തു മരിച്ചതല്ല, നമുക്ക് മരിച്ചതിൻ്റെ അനുഭവം ഫീൽ ചെയ്യാത്തതാണ്. അതെങ്ങനെ ലോകത്തിന് സാത്താന് എപ്പോഴും അത് ലോകത്തിന് ഫീൽ ചെയ്യിക്കരുത് എന്ന് എന്തോ ദൃഢനിശ്ചയമുള്ളതുപോലെ നമുക്ക് തോന്നുന്നത്. കാര്യം ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിൽ നിന്ന് യേശുവിനെ ഇങ്ങനെ പതുക്കെ പിടിച്ചു മാറ്റുന്ന പോലെ ഓരോ കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അലഹാബാദ് ഹൈക്കോടതിയിൽ ഏറ്റവും പുതിയൊരു വിധിയുണ്ടായി. നിങ്ങൾ കേട്ടതാണ്. അതായത് ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഭാര്യയ്ക്കില്ല എന്നും പറഞ്ഞൊരു വിധിയുണ്ട്. അതായത് മരുമകൾക്കില്ലെന്ന്. അപ്പോൾ നിങ്ങൾ പറയും, അതാണല്ലോ ശരി. ലോകത്ത് 2 തരം ശരികളുണ്ട്. ഈ 2 കള്ളന്മാരുള്ളതുപോലെ 2 ശരികളുണ്ട്. അതായത് ഒന്ന് ലീഗലായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, മറ്റത് എത്തിക്കലായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം മരുമകൾക്ക് ഭർത്താവിൻ്റെ അമ്മയെ അല്ലെങ്കിൽ അപ്പനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ലെന്ന് കോടതിയാണ് പറയണത്. അത് നിയമപരമായൊരു വശമാണത്. ഇപ്പോൾ താഴെ എഴുതി കമൻ്റ് വരുന്നുണ്ട്, ഈ കാലങ്ങളിൽ കഞ്ചാവ് പിടിച്ച ആൾക്കാരും ജഡ്ജിയായിട്ടുണ്ടെന്നും പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ കമൻ്റ് ചെയ്യുന്നുണ്ട്. ചിലർ പറയണത് അത് ശരിയാണല്ലോ എന്ന് പറയണ ഒരു ഭാഗമുണ്ട്. വേറൊരു കമൻ്റ് ഉള്ളത്, അങ്ങനെ അപ്പനെയും അമ്മനെയും
നോക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വീട് വാങ്ങിച്ച് മാറി താമസിക്കാൻ. അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ട്, നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അത് അവരുടെ രക്തത്തിൻ്റെ മാംസത്തിൻ്റെ വിലയായ വീട് നിങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം അവരെ നോക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, കോടതി ബാധ്യതയില്ലെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞൊരു വേറെ കമൻ്റുണ്ട്. ഞാനിപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച അത് സൂചിപ്പിക്കാൻ കാരണം, ഇത് പല ആൾക്കാർക്കും ദുഃഖവെള്ളിയാഴ്ച രണ്ട് കള്ളന്മാർക്ക് രണ്ട് അനുഭവങ്ങളാണ് ദുഃഖവെള്ളിയാഴ്ച നൽകണത്. എന്താ വെച്ചാൽ, ഒരാൾ നിയോഗത്തിൻ്റെ സൈഡിൽ നിൽക്കുക. അയാൾ പറയണതിൻ്റെ അത് കാര്യമുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ലീഗൽ സൈഡ് അതാണ്. മറ്റേയാൾ പറയണത്, ഞാൻ നിന്നെ അറിയാൻ വൈകിപ്പോയി, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കർത്താവ് ആ പറയുന്നത് ഒരു എത്തിക്സ് ഉണ്ട് ശരിക്കും. കാര്യം ദൈവപുത്രനാണെങ്കിലാണെന്നല്ല ഇയാൾ പറയണത്, ഇടതുവശത്തെ കള്ളൻ. മറ്റേയാൾ പറയണത്, ആണെങ്കിൽ ഞാൻ അപരാധിയല്ലേ. ആ ഒരു പൊസിഷനാണ് അയാൾ ആ വലതുവശത്തെ കള്ളൻ ഡെവലപ്പ് ചെയ്യണത്. ഒരാൾ ലീഗൽ സൈഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മറ്റേയാൾ എത്തിക്കൽ സൈഡ് ഡെവലപ്പ് ചെയ്യുന്നത്. കർത്താവ് തിരിയണത് ആരുടെ നേരെയാണ്? ലീഗൽ സൈഡിൻ്റെ ഒക്കെ അല്ല തിരിയണത്, മറിച്ച് അതിൻ്റെ ധാർമ്മികത നോക്കുന്ന ആളിൻ്റെ അടുത്താണ് തിരിയണത്. കാര്യം ധാർമ്മികത നോക്കുന്നവർക്കാണ് മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീ ഇന്ന് എൻ്റെ കൂടെ പ്രതീക്ഷയിലായിരിക്കുമെന്ന് അവൻ്റെ മാനസാന്തരത്തിന് കർത്താവ് സ്പോട്ടിൽ ഉത്തരം കൊടുക്കുന്നുണ്ട്. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം സിദ്ധിക്കുമെന്നുള്ളത് ചിലരോട് ഈശോ കൊടുത്ത ചില മറുപടികളാണ്. അപ്പം ഈശോയ്ക്ക് വേണമെങ്കിൽ സ്പോട്ടിലും കൊടുക്കാം. അത് ഈശോയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു സത്യസന്ധതയും പരമാർത്ഥതയും ലുക്ക 14:12 മുതലുള്ള വചനങ്ങളാണ്. നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഇതാണ് വിഷയം. അത് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം അന്ത്യവിധിയുമായിട്ട് വരണതാണ്. ഇതിപ്പോൾ തനത് വിധി പോലെ വന്നിരിക്കുക. ഓൺ ദി സ്പോട്ടിലാണ് ജഡ്ജ്മെന്റ്. ഇവിടെ കർത്താവ് അന്ത്യവിധിയാളനായി തന്നെയാണ് നിൽക്കുന്നത്. പണ്ട് സഭാപിതാക്കന്മാർ പറയുമായിരുന്നേ, കുരിശ് കിടക്കുന്ന കർത്താവിനെ കാണുമ്പോൾ കുരിശ് കർത്താവിൻ്റെ സിംഹാസനമാണ്. രാജാവിൻ്റെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് ജീസസ്, അതായത് അയ്യൻ, യേശു നസ്രേനി, റക്സ്, യുദയൂരും, യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ. അപ്പോൾ ആ രാജാവിൻ്റെ കുരിശ് സിംഹാസനം എന്ന് പറയുന്നത് കുരിശ് തന്നെയാണ്. സഭാപിതാക്കന്മാർ പറയവേ, ചെങ്കോല് കുരിശ് തറക്കപ്പെട്ട ആണികളും പിടിച്ചുകൊണ്ടാണ് കർത്താവ് വിധി നടത്തുന്നതെന്ന്. അപ്പം അവിടെയും കർത്താവ് പണ്ട് പറഞ്ഞിട്ടില്ലേ, രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറയും,
എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവീൻ, ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കുവീൻ. അപ്പോൾ അവിടെയും ഇടതുവശവും വലതുവശവും ഉണ്ട്. മത്തായി 25:41. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി. അപ്പൊ ഈ ഇടതുവശത്തുള്ള കള്ളനോട് പറയാനുള്ള കാര്യങ്ങള് നേരത്തെ പറഞ്ഞു ഈശോ. ഇപ്പം മിണ്ടണില്ല. നേരത്തെ പറഞ്ഞ് ശപിക്കപ്പെട്ടവരെ. എന്താ കാര്യം? അവിടെ ഇവൻ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ വലതുവശത്തുള്ള ആള് തിരിച്ചറിഞ്ഞില്ല എങ്കിലും ആ സാധ്യതയെ അംഗീകരിച്ചു, പിന്നീട് അത് സമ്മതിച്ചു. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അയാളൊരു തുറവിയുണ്ടായിരുന്ന വിഷയം. ഇവിടെ ഒരു പ്രശ്നത്തിൽ വെച്ചാൽ നമ്മൾ എത്തിക്സിലാണ് തുടങ്ങിയത്. ഇടതുവശത്തെ കള്ളൻ ലീഗൽ പോയിൻ്റാണ് പറയണത്, എനിക്ക് പ്രൂഫൊന്നും ഇല്ലെന്ന് പറയും. ലുക്ക 23:39. ഇത് ഇടതുവശത്തെ കള്ളന്റെ റെസ്പോൺസാണ്. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അയാളെ ക്രിസ്തുവാണെന്നുള്ള കാര്യം അംഗീകരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയണത്. വലതുവശത്തെ കള്ളൻ അംഗീകരിച്ചു, പക്ഷേ ഇടതുവശത്തെ കള്ളനുള്ള ഉത്തരം കർത്താവ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് കർത്താവ് തൽക്കാലം മറുപടി പറയണില്ല. അപ്പം ജഡ്ജി എന്താ പറഞ്ഞത്? ധാർമ്മികമായിട്ട് ഓക്കെ ആണ്, പക്ഷേ പേഴ്സണൽ ഫ്രീഡം ഉണ്ടെന്ന് പറയും. അതാണ് അലഹബാദ് കോടതിയിൽ ജഡ്ജി പറഞ്ഞത്. മരുമകൾക്ക് അയാളുടെ പേഴ്സണാണ്, അവർക്ക് അവിടെയുള്ള ഫ്രീഡം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ദുഃഖവെള്ളിയുടെ എല്ലാ ശക്തിയും എല്ലാ അതിജീവന അഭിഷേകവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും. ആദ്യമായി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബെൽജി, ഇതെൻ്റെ ഭാര്യ ഷീജ, മക്കൾ ആൽവിൻ, എബൻ, എയ്തൻ. ഞങ്ങൾ കോതമംഗലം രൂപത സെൻറ്റ് ജോസഫ് ചർച്ച് നെല്ലിമറ്റയിടവയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്, എനിക്ക് വിദേശത്തേക്ക് പോകാൻ ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. എനിക്ക് 6 മാസം ഞാൻ ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 2024 ഡിസംബർ 9 ജർമ്മനിക്ക് പോകാൻ സാധിച്ചു. അവിടെ ചെന്ന് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, അവിടുത്തെ കാർഡെല്ലാം ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം വരികയും പെട്ടെന്ന് അതിശക്തമായി വേദന വരികയും ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അവിടെ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ വേറെ ആരും എനിക്ക് പരിചയമില്ല, അവിടുത്തെ ലാംഗ്വേജ് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഭയം വന്നു. ഞാൻ ശക്തിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2ാമത്തെ ദിവസം രാത്രി യൂറിൻ പാസ് ചെയ്തപ്പോൾ ആ കിഡ്നി സ്റ്റോൺ പുറത്തേക്ക് പോവുകയും 3ാമത്തെ ദിവസം അവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയമായപ്പോൾ എനിക്ക് വലിയൊരു എമൗണ്ട് അവിടുത്തെ പേ ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. എന്നോട് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. എനിക്ക് ട്രാവൽ ഇൻഷുറൻസ് മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അവരത് വെച്ച് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ട്രാവൽ ഇൻഷുറൻസ് കമ്പനിക്ക് അത് ബില്ലെല്ലാം അയച്ചു കൊടുത്തു. എന്നെ അവർ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ കമ്പനിയിലേക്ക് തിരിച്ചു പോയി. കമ്പനിയോട് പൈസ പേ ചെയ്യാൻ പറഞ്ഞു. അവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു, കാരണം എനിക്ക് അവിടുത്തെ കാർഡായിട്ടില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. എനിക്ക് ഏതാണ്ട് നാട്ടിൽ 5 ലക്ഷം രൂപയോളം അടയ്ക്കേണ്ടതായിട്ട് അവരെനിക്കിങ്ങനെ നിരന്തരം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ബില്ല് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ട്രാവൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു. 4 മാസം അവരായിട്ടിങ്ങനെ മെയിൽ അയക്കുകയും നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളെല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെ അവരായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ട് 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ബില്ലെല്ലാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ ശക്തിയായിട്ട് ഇടപെട്ട് ആ ബില്ലെല്ലാം എനിക്ക് ഒരു പൈസ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാതെ തന്നെ എനിക്ക് ബില്ലെല്ലാം ആ പൈസയെല്ലാം അവർ പേ ചെയ്തു, ഇൻഷുറൻസ് കമ്പനി. അതിനുശേഷം ജോലിയെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ
ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഈ 2025 ഈ ഡിസംബർ 20-ആം തീയതിക്ക് മുമ്പ് എനിക്ക് വിസ ശരിയാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനാൽ അതിൻ്റെ ഫലമായി സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് എനിക്ക് ഡിസംബർ 19-ആം തീയതി ഞങ്ങൾക്ക് വിസ, എൻ്റെ എല്ലാ ഫാമിലി എല്ലാവരെയും കൊണ്ടുപോകാനുള്ള വിസ എനിക്ക് വരികയും ഈ വരുന്ന തിങ്കളാഴ്ച 29-ആം തീയതി ഞങ്ങൾ ജർമ്മനിക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. ഞങ്ങൾ ഇപ്പോൾ ഈ വരുന്ന 29-ആം തീയതി ഞങ്ങൾ ഫാമിലിയായിട്ട് ജർമ്മനിക്ക് പോവുകയാണ്. അതിനു മുൻപായിട്ട് എനിക്ക് ജർമ്മൻ എക്സാം എഴുതണമായിരുന്നു. അപ്പം ഞാൻ ജർമ്മൻ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഹോൾ ടിക്കറ്റ് എല്ലാമായി അച്ഛനെ കാണാനായിട്ട് ഞാൻ ഇവിടെ വരാനിരിക്കുമ്പോഴാണ് അറിയുന്നത് അച്ഛൻ ഇവിടെ ഇല്ല, UK പോയേക്കുവെന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഞാനും എൻ്റെ മൂത്ത മോനും കൂടിയാണ്. എനിക്ക് ട്രിവാൻഡ്രത്തായിരുന്നു സെൻറ്റർ കിട്ടിയത്. ഞാനവിടെ എക്സാം എഴുതാൻ പോകാനായിട്ട് തുടങ്ങിയപ്പം എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടത്തോടെ ഞാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. ഞാൻ മോനോട് പറഞ്ഞു ഇവിടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് ഞാൻ മുട്ടുകുത്തി. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം എനിക്കതൊരിക്കലും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. കാരണം മറ്റൊരു ഭാഷ എനിക്കിത്രയും പ്രായമായിട്ടുണ്ട്, ഞാനതെങ്ങനെ പഠിച്ച് എടുക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി, അമ്മ ഇടപെടണമേ, ഒരു കഴിവുമില്ല, എൻ്റെ കഴിവിലൊരിക്കലും ഞാനിത് പാസ്സാകത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പോയി. ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. തൈലം തൊട്ട് പൂശി ഞാൻ പാസ്പോർട്ടിലെല്ലാം ഞാൻ കുരിശ് വരച്ചു. ഉപ്പ് ഞാൻ കയ്യിൽ കരുതിയെങ്കിലും കയ്യിലിങ്ങനെ മെൽറ്റായി പോകും നമ്മൾ വിയർക്കുമ്പോൾ. എങ്കിലും ഞാനത് ഇങ്ങനെ കയ്യിൽ കരുതി ഇടയ്ക്ക് ഞാനത് നാവിൽ തേച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എല്ലാം എഴുതിയിട്ട് പോന്നത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 1 മാസം കഴിഞ്ഞ റിസൾട്ട് വരത്തുള്ളൂ. 1 മാസം ഞാൻ മുട്ടയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഒരിക്കലും ആ എക്സാം പാസ്സാവുമെന്ന് എനിക്കൊരിക്കലും ഒരു പ്രതീക്ഷയില്ല. എനിക്കൊരു 60 മാർക്ക് മാത്രം മതി ജയിക്കാനായിട്ട്. എനിക്കൊരു 60 മാർക്ക് തന്ന് എന്നെ സഹായിക്കണേ എന്ന് ഞാൻ പറഞ്ഞ് എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബത്തോടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മക്കളോടും പറയും അമ്മ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 63 മാർക്ക് തന്ന് എന്നെ അമ്മ സഹായിച്ചു. അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ മറ്റൊരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ കിണറ്റിലെ വെള്ളം കഴിഞ്ഞ ഒരു ഡിസംബർ മാസം ലാസ്റ്റ് ആയപ്പോൾ മുതൽ പച്ച കളറെന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വെള്ളം അത്ര മോശമായിരുന്നു. ഞാൻ എല്ലാ മാസവും കിണർ തേകുമായിരുന്നു. കിണർ തേകി ഒരു 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും വെള്ളം പച്ച കളറിലാവും. ആ വെള്ളം പിന്നെ കുടിക്കാൻ കൊള്ളത്തില്ല. ലാസ്റ്റ് അവസാനം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച വസ്തുക്കൾ, ഉപ്പും തൈലവും എല്ലാം ഞാൻ കിണറ്റിൽ തേനും എല്ലാം കൊണ്ടുപോയി ഒഴിച്ച് ഞാൻ എല്ലാം പ്രാർത്ഥിച്ചു. എൻ്റെ കുടിവെള്ളം മുട്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് പാപമാണ് അമ്മയെ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് എൻ്റെ വെള്ളം ശരിയായി കിട്ടിയില്ല. അവസാനം ഞാൻ കുപ്പിയിൽ വെള്ളം എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു. അച്ഛൻ എനിക്ക് വെഞ്ചരിച്ചൊരു ലോക്കറ്റ് തന്നു. അച്ഛൻ പറഞ്ഞു ഇത് കൊണ്ടുപോയി കിണർ ശുദ്ധീകരിച്ച് കിണറ്റിലിടുക, അതുകൂടാണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പും തൈലവും പൂശുക, തളിക്കുക, വെള്ളം ശരിയാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 3-4 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ വെള്ളം പഴയ അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് സാക്ഷ്യം എഴുതി കൊടുക്കണമായിരുന്നു. ഞാൻ സാക്ഷ്യം എഴുതിയതെല്ലാം ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞ ഈ രോഗശാന്തിയും ഞങ്ങളുടെ ഈ സാമ്പത്തികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ എഴുതി. അപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു, ഭർത്താവില്ലാതെ ഈ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല, തനിക്കായിട്ട് എന്തെങ്കിലും സാക്ഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജർമ്മൻ പാസ്സായത് മാത്രമേ ഉള്ളൂ, കൂടാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകാൻ നേരം അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും വന്ന് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഈ വെള്ളം മാത്രം, എനിക്ക് കുടിവെള്ളമാണ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം, അതുമാത്രം എനിക്ക് നന്നാക്കി തരാത്തത് എൻ്റെ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ അത്രയും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി.
ഞാൻ പോയി 7-ാം ദിവസം അപ്പോൾ പോയി വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം മൂത്ത മോൻ എന്നോട് പറയാം, അമ്മേ നമുക്ക് ഒന്നോടെ കിണർ തേകി നോക്കാം, ഒന്നോടെ നോക്കാം. ഞാൻ പറഞ്ഞു ഇല്ല, ഇനി ഞാൻ ആ കിണർ തേകില്ല. കാരണം അച്ഛൻ വെഞ്ചരിച്ച വസ്തുക്കൾ ഇട്ടിട്ട് അത് വൃത്തിയാക്കി ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞ പോലെയല്ല ഞാൻ ചെയ്തതാണ്. ഇനി ഞാനത് തേകുന്നില്ല, അത് അമ്മ തന്നെ ശുദ്ധീകരിച്ച് തരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് തേകാൻ പോയില്ല. 7-ാം ദിവസം ഞാൻ വെറുതെ എന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കുമായിരുന്നു കിണറ്റിൽ ചെന്ന് നോക്കാൻ. ഞാൻ ചെന്ന് കിണറ്റിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ കുമ്മായം ഇങ്ങനെ ഊറി അടിഞ്ഞു പോകുന്ന പോലെ കിണറ്റിലിങ്ങനെ ഊറി അടിഞ്ഞിട്ട് വെള്ളം നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞു കിടക്കണു. ഇപ്പോൾ ഞങ്ങളുടെ വെള്ളം ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ശുദ്ധി ചെയ്തിരിക്കുന്നു. അടുത്തത് പറയാനുള്ളത്, ഞാൻ പുതുക്കാൻ വന്ന സമയത്ത് എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ഒന്നിച്ച് പോകാൻ വേണ്ടി, കാരണം ഭർത്താവ് ഡിസംബറിൽ ലീവിൽ നാട്ടിൽ വരുന്നുണ്ടായിരുന്നു. ആ കൂടെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭർത്താവ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് അതെല്ലാം സാധിച്ചു തന്ന് ഞങ്ങൾക്ക് ഈ മാസം 19-ാം തീയതി ഞങ്ങൾക്ക് എല്ലാവർക്കും വിസ വന്നു. മൂത്തയാളും മാത്രം പോകുന്നില്ല, അവൻ തന്നെ ജർമ്മൻ പഠിച്ച് പാസ്സായി വരണം. ഞങ്ങൾ 2 മക്കളും ഏട്ടൻ്റെ കൂടെ പോവുകയാണ്. ഈ 29-ാം തീയതി പോകും. അത് അമ്മ ഞങ്ങളുടെ കൃപ കൊണ്ടൊന്നും അല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഇത് സാധിച്ചു കിട്ടിയതെന്ന് ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ഉയർന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ അടിക്കടിയായിട്ട് ഞങ്ങൾ മേലേക്ക് ഞങ്ങൾ ഉയർത്തി. ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ മാതാവ് കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളൂ. സങ്കടങ്ങളും സഹനങ്ങളും കൂടെ തരുമെങ്കിലും അതിൻ്റെ കൂടെ ഒരു സന്തോഷം എപ്പോഴും ഞങ്ങൾക്ക് തരാറുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എല്ലായിടത്തും ഞാനും മോനും ഉള്ളപ്പോൾ ഞങ്ങളെല്ലാം പത്രം കൊണ്ടുപോയി വിതരണം ചെയ്യും. അന്നേരം പാവങ്ങളായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ അടുത്തൊരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഇതുണ്ട്, അവിടെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്ത്, ഞങ്ങൾ 3-4 പേര് കൂടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വിളമ്പി കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ആത്മീയമായിട്ട് ഞങ്ങളെല്ലാ ദിവസവും മാക്സിമം ഭർത്താവ് വെളിയിലാണെങ്കിലും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് സന്ധ്യാപ്രാർത്ഥന ചൊല്ലാറുള്ളത്. മക്കളെ ആണെങ്കിലും ഞങ്ങൾ നല്ല രീതിയിൽ ഈശോയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. സങ്കീർത്തനം 91:1-2 വചനമാണിത്. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥിരമായി വസിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഉടമ്പടി മക്കൾ. വെറും വിശ്വാസം മാത്രമല്ല, മറിച്ച് ദൈവത്തോടുള്ള ഒരടുത്ത ബന്ധമാണ് ഉടമ്പടിയിൽ ലഭിക്കുന്നത്. സർവശക്തൻ്റെ തണലിൽ കർത്താവിൻ്റെ അമ്മയുടെയും ആ തണലിലുള്ള ജീവിതമാണ് ഉടമ്പടി മക്കൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയവും സംരക്ഷണവും. ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ ദൈവം കാത്തു പരിപാലിച്ച ഒരു വലിയ ഉടമ്പടി സാക്ഷ്യമാണ് ബെൽജിൽ കെ എം എന്ന മകനും കുടുംബവും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ നിന്ന് അവരെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ജോലി നഷ്ടപ്പെട്ട സമയത്താണ് ഇവർ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം രോഗത്തിൽ കൂടുതൽ ബിൽ പേയ്മെൻ്റ് ആയിരുന്നു അവർക്ക് കൂടുതൽ വലിയ പ്രശ്നമായിട്ട് നിന്നിരുന്നത്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിട്ടാണ് ട്രാവൽ ഇൻഷുറൻസ് ഏജൻസിയിൽ നിന്നുള്ള എമൗണ്ട് കിട്ടി അവർക്കെല്ലാ കടങ്ങളും വീട്ടുവാൻ സാധിച്ചത്. ആ ബിൽ മുഴുവനായിട്ട് അത് അത്ര എളുപ്പമായിരുന്നില്ല. ഒരു വ്യക്തി ആദ്യമായി ചെല്ലുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് പേ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മാതാവിൻ്റെ ഒരു വലിയ ഒരു ഇടപെടലാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും.
പിന്നെയാണ് ഈ കുടുംബം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. 20-ന് മുൻപ് വിസ കിട്ടണമെന്നും ഫാമിലിയുമായിട്ട് പുറത്തേക്ക് ഒന്നിച്ചു പോകണമെന്നുമായിരുന്നു ഈ മക്കളുടെ ആഗ്രഹം. അതുപോലെ തന്നെ 20-ന് മുൻപ് 19-ാം തീയതി തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയും കേൾക്കാതിരുന്നില്ല. പിന്നീടാണ് ഈ സഹോദരിയുടെ ജർമ്മൻ പരീക്ഷ. അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ മകൾ തിരുവനന്തപുരത്തേക്ക് എക്സാമിന് വേണ്ടി പോയത്. എനിക്കുള്ള മെറിറ്റില്ല, എനിക്കതിനുള്ള കഴിവില്ല ഈ പ്രായത്തിൽ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ. പക്ഷേ അമ്മയുടെ അനുഗ്രഹത്തിലും ഈശോയുടെ ബ്ലെസ്സിങ്ങിലും ആശ്രയിച്ചാണ് ഇവർ ആ എക്സാം എഴുതുവാനായിട്ട് പോയത്. അവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാണ് ആ എക്സാം പാസ് ചെയ്യാനായിട്ട് ഇവരെ സഹായിച്ചത്. പിന്നെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴിയാണ് ഇവരുടെ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കപ്പെട്ടത്. മാതാവിലുള്ള ഇവരുടെ ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസം ഒന്ന് ബലപ്പെടുത്തുവാനായിട്ടായിരിക്കാം അല്പം താമസിച്ചത്. പക്ഷെങ്കിലും ആ താമസത്തിലും ഇവർ കൈവിടാതെ യേശുവിനെ അമ്മയുടെ മുറുകെ പിടിച്ചുകൊണ്ട് കൈവിടാതെ പ്രാർത്ഥിക്കുകയാണ്. മകൻ പറഞ്ഞു, അമ്മയെ നമുക്ക് ഒരിക്കൽ കൂടി കിണർ തേകാമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, അച്ഛൻ വെഞ്ചരിച്ചിട്ട സാധനങ്ങളാണ്, വെഞ്ചരിച്ച ഉപ്പും കാശുരുവും അതിനകത്തുണ്ട്, നമ്മളിനി അത് കിണർ തേകുവാൻ പോകണ്ട, അത് ഈശോയും അമ്മയും നടത്തി തരും. ഇതാണ് ഉടമ്പടി മക്കൾക്കുള്ള വിശ്വാസം. ഉടമ്പടി ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ പ്രാർത്ഥനകൾ കേട്ടില്ല എന്ന് വരെയെങ്കിലും നമുക്കുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിന്ന് ജീവിതത്തിലെ കഷ്ടതകളിൽ ദൈവം കാത്തുപരിപാലിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ ജീവിതത്തിലെ ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് ഉടമ്പടി ജീവിതം സത്യസന്ധമായി ജീവിക്കാം. ഈശോയുടെ അമ്മയുടെ കരം പിടിച്ച് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ഈ സഞ്ചാരി മാതാവിൻ്റെ അമ്മയും ഈശോയുടെയും കൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ബെൽജിക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അഞ്ജു. ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒക്ടോബർ 7-ാം തീയതി 2023 എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ OETയുടെ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. ആദ്യം ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു. പക്ഷേ അന്നത്തെ പ്രാവശ്യത്തെ OETയുടെ എക്സാമിന് എനിക്ക് ക്ലിയർ ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നാട്ടിൽ വന്നതിന് ശേഷം മാർച്ച് മാസത്തിൽ ഞാൻ വീണ്ടും OETയുടെ എക്സാം എഴുതി. പക്ഷേ അന്ന് വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ പോയി OETയുടെ എക്സാമും കാര്യങ്ങളും എഴുതിയിരുന്നത്. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം എക്സാം ഭയങ്കര ടഫായിരുന്നു. പ്രത്യേകിച്ച് റീഡിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഭയങ്കര ടഫായിരുന്നു. അത് കാരണം എനിക്കറിയായിരുന്നു ആ പ്രാവശ്യത്തെ OETയിൽ കിട്ടില്ല എന്നറിയായിരുന്നു. എങ്കിലും ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കായിരുന്നു എനിക്കത് കിട്ടണമെന്ന്. പക്ഷേ മാതാവ് എനിക്കത് സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നായിരുന്നു. 3 മൊഡ്യൂളിന് Bയും 1 മൊഡ്യൂളിന് Cയും എന്നും. റിസൾട്ട് വന്നപ്പോൾ ഏകദേശം അതുപോലെ തന്നെ ആയിരുന്നു. റീഡിങ്ങിൻ്റെ മാത്രം C ആയിപ്പോയി, ബാക്കി 3 മൊഡ്യൂളിനും Bയും വന്നു. പിന്നെ OET എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എഴുതിയിട്ട് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളായി. തിരിച്ച് ഞാൻ സൗദിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സൗദിയിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നമുക്കൊന്നും കൂടെ എഴുതി നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും OETയുടെ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളും എടുത്തു. അവിടെ പോയി OET എഴുതി കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഒരു പ്രാവശ്യം കൂടെ OET എഴുതാനായിട്ട് ഇടവരരുത്, ഈ ഒരു പ്രാവശ്യത്തിൽ തന്നെ എനിക്ക് OET ക്ലിയർ ചെയ്ത് തരണമെന്ന്. അതുപോലെ തന്നെ തിരിച്ച് റൂമിൽ വന്നിട്ട് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു മാതാവിൻ്റെ അടുത്ത്. ഇതുപോലെ രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം വേണം റിസൾട്ട് വരാൻ. റിസൾട്ട് വരുമ്പം മാതാവിൻ്റെ അടുത്ത് നന്ദി പറയണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. റിസൾട്ട് വന്നു. രാവിലെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വന്നത്. സാധാരണ OETയുടെ റിസൾട്ട് വരുന്നത് ഒരു 10 മണിക്കൊക്കെ ശേഷമാണ് വരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം OETയുടെ റിസൾട്ട് വന്നത് രാവിലെ 5:00-ക്കാണ്. റിസൾട്ട് വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇതുപോലെ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. റിസൾട്ട് നോക്കിയപ്പോഴത്തേക്കും ഫുൾ B ഉണ്ടായിരുന്നു. ഫുൾ B കിട്ടി. അത് വീണ്ടും ഞാൻ ഒന്നും കൂടെ മാതാവിൻ്റെ അടുത്ത് പോയിരുന്ന് ഒന്നും കൂടെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ നന്ദി പറഞ്ഞു.
അതിനുശേഷം എനിക്ക് UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹം. അതിനുശേഷം നമുക്ക് ഈ CBT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതാൻ പോയി. മാതാവിൻ്റെ കാരണത്താലും അനുഗ്രഹത്താലും പരീക്ഷയ്ക്ക് പാസ്സായി. പക്ഷേ അതിനുശേഷം UK പോകാനായിട്ട് ഭയങ്കര അധികം തടസ്സങ്ങളായിരുന്നു. കാരണം എങ്ങും ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഇല്ല, ഇൻടേക്ക് ഒന്നും നടക്കുന്നില്ല, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു. അത് കുറച്ച് നാൾ അങ്ങനെ പോയി. അതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരി, ആളാണെങ്കിൽ അയർലൻഡിനായിരുന്നു കൊടുത്തിരുന്നത്. ആൾ അയർലൻഡിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും UK ഇതുവരെ ഒന്നും ആവുന്നില്ലല്ലോ, ഒന്ന് അയർലൻഡിൻ്റെ ഒന്ന് കൊടുത്തു നോക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങിനും കാര്യങ്ങളും ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും തുടങ്ങി. DL എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ കൊടുത്തു. ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്ക് എനിക്ക് DL കാര്യങ്ങളും വന്നു. അയർലൻഡിലേക്കുള്ള ഇൻടേക്ക് ആണെങ്കിലും വളരെയധികം ചുരുക്കമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഏജൻസിനെയൊക്കെ നമ്മൾ വിളിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂവിന് കാര്യങ്ങൾ അപ്ലൈ ചെയ്താലും ഒന്നും നമുക്ക് തിരിച്ച് റിപ്ലൈ വരികയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ അധികം ഏജൻസിക്കും കാര്യങ്ങൾക്കൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു. DL കിട്ടി. ഒരു ദിവസം കഴിഞ്ഞപ്പം തന്നെ എന്നെ ഒരു റിക്രൂട്ടർ വിളിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ ഉണ്ട്, DL കിട്ടിയോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു DL കിട്ടി. എന്നാ കിട്ടിയെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇത് ഇന്നലെയാണ് എനിക്ക് DL കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പം റിക്രൂട്ടറിന് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ DL കിട്ടി, ഒരു ദിവസത്തിന് തന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും കിട്ടി. ഇൻ്റർവ്യൂവിന് പാസ്സായി. അതിന് ശേഷം ഹോസ്പിറ്റലിലേക്കുള്ള കുറേ പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത്. ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എനിക്ക് ഫോണിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വചനം കാണിച്ചു തരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ മാതാവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി. ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റായി. ഏപ്രിൽ 5 ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ്. ഏപ്രിൽ 11, 12 എക്സാം ഉണ്ട്. ഞാനത് മാതാവിനെ ഏൽപ്പിച്ചേക്കാണ്. ഞാൻ അതിന് പാസ്സാക്കി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ട്രാവൽസ് നടത്തുന്ന ഇതാണ്. ഞങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ട് ട്രാവൽസിൻ്റേത്. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്കും അല്ലാതെ യാത്ര ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ ഉടമ്പടിയിൽ ഓരോ കാര്യം എഴുതുന്നത് നമ്മളായിട്ട് എഴുതുന്നതല്ല, അത് ദൈവമായിട്ട് നമ്മളെയും കൊണ്ട് എഴുതിക്കുന്നതാണ് ഓരോ കാര്യങ്ങളും. ഒക്ടോബർ മാസത്തിൽ ഞാൻ എടുത്തു. നവംബർ മാസം ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ 2 വണ്ടിക്ക് അപകടം സംഭവിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് വണ്ടിക്കോ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന ആൾക്കാർക്കൊന്നും ഒരു അപകടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് വെളിയിലൊക്കെ അങ്ങനെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരുപാട് സാലറി കുറവും അവർക്ക് ഫുഡിനൊക്കെ ഭയങ്കര എക്സ്പെൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് ലഭിക്കുകയൊക്കെ ചെയ്യും. അപ്പം എനിക്ക് കിട്ടുന്ന ഫുഡ് ഞങ്ങളുടെ വർക്കേഴ്സിനും കാര്യങ്ങൾക്കും കൊടുക്കാറുണ്ട്. അല്ലാതെ വെളിയിൽ ക്യാഷ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. പിന്നെ വരുന്നതിന് പത്രം കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നേരിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്കായിരുന്നു കാശ് രൂപവും പത്രമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത സമയത്ത് ഞാനിവിടെ വന്ന് പത്രം വാങ്ങി ഞങ്ങളുടെ സൗദിയിൽ കൊണ്ടുപോയി ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ മാസം വന്നിട്ട് എനിക്ക് നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കാനും പറ്റി. അതിനും ഞാൻ മാതാവിന് നന്ദി പറയുന്നു. നാട്ടിലായിരുന്ന സമയത്ത് നമുക്ക് എല്ലാ പ്രാവശ്യവും എല്ലാ ഞായറാഴ്ച നമുക്ക് പള്ളിയിലൊക്കെ പോകാനായിട്ട് പറ്റുമായിരുന്നു. പിന്നെ സൗദിയിൽ ചെന്നപ്പോൾ നമുക്ക് അത്രയും പള്ളിയിലൊന്നും പോകാനൊന്നും പറ്റത്തൊന്നുണ്ടായിരുന്നില്ല. അപ്പം മാസത്തിൽ ഒരു കുർബാനയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം മാക്സിമം കുർബാന വരുന്ന സമയങ്ങളിലൊക്കെ അവിടെ പോയി പങ്കെടുക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നിട്ടുണ്ട്. മാതാവിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുകയാണ്. ജെറമിയ 29:12 നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. അഞ്ചു മേരി ജോൺ എന്ന ഈ സഹോദരി തൻ്റെ ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ വലിയ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മൾ അടുത്താണെങ്കിലും ദൂരെയാണെങ്കിലും
അമ്മയുടെ അരികിൽ മനസ്സ് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സന്നദ്ധരാകുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിൻ്റെ വഴികളായി മാറുന്നുണ്ട്. ഉടമ്പടി വിശ്വസ്തതയുള്ളൊരു ബന്ധത്തിലേക്ക് ദൈവവുമായി നമ്മളെ ചേർക്കുന്നു. പരിശുദ്ധമ്മയുടെ കരങ്ങളിലേക്ക് ഒരു മകനെടുത്ത സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ഉടമ്പടി നമുക്ക് സ്വയമേവ സാധിക്കാത്ത ക്ലേശകരമായ ഏതൊരു മേഖലയിലും ഒരുപക്ഷെ നമ്മുടെ കൺമുൻപിൽ പോലും ഇല്ലാത്ത ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയെപ്പോലും മുൻകൂട്ടി കാണുകയും അതിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സുഗമമായി മുന്നോട്ട് പോകുവാനുള്ള വഴികൾ നമുക്ക് ഒരുക്കിത്തരികയും ചെയ്യുന്നു. മകളുടെ ജീവിതത്തിൽ പങ്കുവെച്ച സാക്ഷ്യങ്ങളുടെ പ്രത്യേകത അതുതന്നെയാണ്. വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി മകൾ നടത്തിയ ആ പരീക്ഷകളുടെ പരിശ്രമങ്ങൾ, ആദ്യം അത് വേണ്ടത്ര സ്കോർ ലഭിക്കാതിരുന്നത്, പിന്നീട് UK സ്കോർ ലഭിച്ചിട്ട് പോകാൻ പറ്റാതിരുന്നത്, പിന്നീട് ഒരു കൂട്ടുകാരിയിലൂടെ അയർലൻഡിലേക്കുള്ള കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടത്, നാം ആലോചിക്കുന്ന വഴികളിലൂടെ ആവണമെന്നില്ല, ദൈവം നമുക്ക് ഒരുക്കി വയ്ക്കുന്ന സുഗമമായ സുരക്ഷിതമായ വഴികളിലൂടെ നമ്മുടെ ജീവിതം വേണ്ടതുപോലെ അത് ഉയർച്ചയിൽ എത്തിച്ചേർക്കുവാൻ ദൈവത്തിന് പദ്ധതിയും സഹായവുമുണ്ട് എന്ന് മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി നിയോഗം എഴുതി വയ്ക്കുമ്പോൾ മകള് പറയുന്നുണ്ട്, ട്രാവൽ ഏജൻസി ആയതുകൊണ്ട് വാഹനങ്ങളുടെ സംരക്ഷണം എഴുതി വെച്ചു. എന്തുകൊണ്ട് എഴുതിയെന്ന് പോലും എഴുതിയ സമയത്ത് ഒരു ധാരണയും ഇല്ലായിരുന്നു. എങ്കിലും പിന്നീട് കണ്ട അനുഭവം, തൊട്ടടുത്ത മാസം നവംബർ മാസം 2 അപകടങ്ങൾ ആ വാഹനങ്ങൾക്കുണ്ടാവുകയും ഒരാൾ പോലും യാതൊരു ക്ലേശവും വലിയ ഗുരുതരമായ പരിക്കുകളുമില്ലാതെ രക്ഷപ്പെട്ടപ്പോൾ എത്ര മുൻകൂട്ടി അമ്മ വരാനിരിക്കുന്ന ഒരു കാര്യത്തിന് നമ്മളെ ഒരുക്കുകയും പ്രാർത്ഥിക്കുവാൻ നിയോഗമാക്കുകയും ചെയ്തുവെന്ന് അമ്മയുടെ സന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മൾ അമ്മ മാതാവിനോട് ഹൃദയം കൈമാറിക്കൊണ്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമസ്ത മേഖലകളെയും സംബന്ധിക്കുന്ന വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ ഇടപെടലും സമാധാനവും സുരക്ഷിതത്വവും നൽകുവാൻ നമുക്ക് അമ്മ മാതാവ് വഴിയൊരുക്കുന്നതും നയിക്കുന്നതും അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ മകൾക്കും കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ബിനി, ഇതെൻ്റെ ഹസ്ബൻഡ് ബിനീഷ്, മക്കൾ ബേസിൽ, ബിൽഹ. ഞങ്ങൾ വരുന്നത് വാളകത്ത് നിന്നാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ന്യൂസിലൻഡിലാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതിനെ തുടർന്നാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 18/10/2022 ഈ അതിനുശേഷം ഞങ്ങൾ ഇന്നാണ് വരുന്നത്. ലീവിന് 3 വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നിരുന്നു. ഉടമ്പടിയിൽ തന്നെ ഞങ്ങൾ ജീവിച്ചു പോന്നിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് ഫ്രണ്ട് വഴിയാണെന്ന് പറഞ്ഞല്ലോ. ഞാനത് വീട്ടിൽ എന്നും തന്നെ പറയായിരുന്നു നമുക്കൊന്ന് പോകാമെന്ന്. പക്ഷേ ഇവർക്ക് ആർക്കും അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയല്ലേ, അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഒത്തിരി പ്രാവശ്യം പറഞ്ഞ് ലാസ്റ്റ് ഞാൻ തന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഇനി പറയണ്ട, ഇനി എന്തെങ്കിലും എന്നോട് ഇങ്ങോട്ട് പറയട്ടെ, എന്നിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നേഴ്സായിരുന്നു. എനിക്ക് പുറത്തു പോകുന്നത് ഭയങ്കര ഒരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു. ഒത്തിരി നാളത്തെ ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ന്യൂസിലൻഡിലൊരു ഇൻ്റർവ്യൂ വരികയും ഇൻ്റർവ്യൂ വരുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊന്ന് കൃപാസനത്തിൽ പോയാലോ എന്ന് പറഞ്ഞു. ഈ കൃപാസനത്തിൽ പോയാലോ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഡേറ്റ് പ്ലാൻ ചെയ്തിരുന്ന അന്നായിരുന്നു ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ പെട്ടെന്ന് തന്നെ കിട്ടിയത്. രാവിലെ 7 മണിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി ഒന്നും എടുത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു അറിവിൽ അവർ തന്ന പത്രം മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, ഒരു കൊന്തയും. ഞാൻ ഈ പത്രവും കൊന്തയും ബൈബിളും വെച്ച് പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ വഴി കൃപാസനത്തിൽ ഫാമിലിയായിട്ട് വന്നു. ഇവിടെ വന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടുന്ന് പുറത്തേട്ട് ഇറങ്ങിയപ്പോഴേക്കും ഫോൺ റിങ് ചെയ്തു, ഇൻ്റർവ്യൂ സെലക്ഷനായി എന്ന് പറഞ്ഞ്. അതോടുകൂടി ഇവർക്കും വിശ്വാസം കൂടി. അങ്ങനെ ഞങ്ങളുടെ വിസ പ്രോസസ്സിംഗ് എല്ലാം വേഗം നടന്നു. ഞങ്ങളങ്ങനെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി ന്യൂസിലൻഡിലേക്ക്. അതുകൂടാതെ 4 മാസം കഴിഞ്ഞപ്പോൾ ഇവരും അവിടെ വന്നു. അവിടെ വന്ന് ആദ്യമൊക്കെ കുറച്ച് സ്ട്രഗിളിങ്ങിലായിരുന്നു. എങ്കിലും മാതാവിൻ്റെ ഈശോയോടും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും കൂടാതെ എല്ലാം കടന്നുപോയി. അങ്ങനെ അവിടെ ഒരു ജോലിക്ക് ഹസ്ബൻഡിന് ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചു. പക്ഷേ എങ്ങും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല.
ഞങ്ങൾ ദിവസവും മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. കാരണം അവിടെ ഒരു താൾക്കുള്ള ജോലി കൊണ്ട് ജീവിക്കുക എന്നത് വളരെ പാടായ ഒരു കാര്യമായിരുന്നു. പിന്നെ ഇവർ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും ജോലി കിട്ടിയില്ലെങ്കിൽ. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എന്നും ഇരുന്ന് പ്രാർത്ഥിച്ചു. ലാംഗ്വേജ് പെട്ടെന്ന് വന്നതുകൊണ്ട് ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ജോലിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി എൻ്റെ എംപ്ലോയർക്കൊരു മെയിൽ അയക്കാൻ. ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു സൺഡേ ആയിരുന്നു ഇരുന്ന് അവിടെ ഒരു സൺഡേ മെയിലൊന്നും റിപ്ലൈ ചെയ്യുമൊന്നുമില്ലായിരുന്നു. ഞാനങ്ങനെ സൺഡേ ഒരു മെയിൽ അയച്ചു. അദ്ദേഹം എനിക്ക് മൺഡേ വന്ന് അദ്ദേഹത്തെ കാണാൻ പെട്ടെന്നൊരു അപ്പോയിൻമെൻറ്റും തന്നു. ഞങ്ങൾ പോയി മൺഡേ കണ്ടു. ചെന്നപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഞങ്ങളുടെ കയ്യിലേക്ക് എടുത്തു തന്നു. ഞങ്ങളത് വാങ്ങിച്ച് ഫില്ല് ചെയ്ത് ഇവിടുത്തെ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും പിടിച്ച് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് ഞങ്ങളത് ആപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കോൾ വന്നു, നിങ്ങൾ പോകല്ലേ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞ്. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ആ ജോലി കിട്ടി. ആ ജോലിയിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വിസ 3 വർഷമായിരുന്നു. 3 വർഷത്തിന് കഴിഞ്ഞ് ഞങ്ങൾക്കത് റിന്യൂവൽ ഡേറ്റ് വന്നു. ആ സമയത്ത് അവർ ഞങ്ങൾക്കൊരു ലിങ്ക് ഇട്ട് തന്നു. ആ ലിങ്ക് വഴി ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ വിസ ക്യാൻസലായി. പിന്നെ നമുക്കവിടെ ഒന്നും ചെയ്യുവാനില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കവിടെ ഒരു പുതിയ ടോക്കൺ കിട്ടും, അല്ലെങ്കിൽ ഒരു വിസ കിട്ടും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പാടായി. തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യം. തിരിച്ച് നാട്ടിൽ വന്നാൽ പിന്നെ എന്ത് ജോലിയില്ല, ഒന്നുമില്ല. ഞങ്ങൾ ആകെ തകർന്ന നിമിഷങ്ങളായിരുന്നു അത്. ഞങ്ങൾ എന്നും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ എല്ലാം ഫലമായിട്ട് ഞാൻ ഇന്നും ഇമിഗ്രേഷനിൽ വിളിക്കുമായിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുമോ എന്ന്. അവർ പറഞ്ഞു, നിങ്ങളൊരു പുതിയ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കണം, അവർ സഹായിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. അതൊന്നും അവിടെ നടപ്പായ ഒരു കാര്യമല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം എനിക്ക് തോന്നി, എന്നോട് ആരോ പറയുകയാണ് പെട്ടെന്ന് ഇമിഗ്രേഷൻ വിളിക്കുക. ഞാൻ 2 മാസം കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഒരു ദിവസം രാവിലെ തോന്നിക്കുകയാണ് പെട്ടെന്ന് ഇമിഗ്രേഷൻ വിളിക്കാൻ. ഞാനപ്പോൾ ഇവരെ സ്കൂളിൽ വിട്ടിട്ട് വേഗം തന്നെ ഇമിഗ്രേഷനിൽ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ ഞാൻ വിളിച്ച് ഒരു 1 അവർ ഹോൾഡ് ചെയ്തു ഫോൺ. കാരണം അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയമെല്ലാം ഞാൻ സർവശക്തിയുടെ പിതാവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് വിളിക്കുകയാണ്. ഈ ഫോൺ 1 അവർ ഹോൾഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി, ദൈവം എന്തോ ഒരു അത്ഭുതം ഇതിനകത്ത് പ്രവർത്തിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ അവർ എന്ന് വിളിച്ചാലും പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞ് കോള് കട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കോള് കട്ടായി. അടുത്ത് ഒന്നുകൂടെയും വിളിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ആ സെയിം ലിങ്ക് ഉപയോഗിച്ച് ഒന്നുകൂടി ആ വിസ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഇതുവരെ ന്യൂസിലൻഡ് ഇമിഗ്രേഷനിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച ലിങ്ക് അതോടുകൂടി എക്സ്പയറി ആവും, പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ആ ലിങ്ക് റീയൂസ് ചെയ്യാനും ഞങ്ങൾക്ക് വീണ്ടും വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയും ചെയ്തു. കൂടാതെ ഞങ്ങൾക്ക് ഒട്ടും തന്നെ താമസമില്ലാതെ വർക്ക് ടു റെസിഡൻസി കിട്ടുകയും ഞങ്ങളിപ്പോൾ ലീവിൽ വന്നിരിക്കുകയാണ്. മാതാവും ഈശോയും ഞങ്ങൾക്ക് വേണ്ടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ, എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾ ഈ മാതാവിൻ്റെ ഉപ്പും തൈലവും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് എന്തൊരു ആവശ്യത്തിന് പോയാലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ ഉപ്പ് ഞങ്ങൾ വായിലിട്ട് രാത്രി എന്നും കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളത് കുറച്ച് വായിലിട്ടിട്ടാണ് കിടക്കാറുള്ളൂ. ഭക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കാറുള്ളൂ. പിന്നെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റുള്ള പ്രതിഷ്ഠീകരണ പ്രാർത്ഥന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേക്കും എന്ന് എനിക്ക് ഭയങ്കര പാടുള്ളൊരു കാര്യമായിരുന്നു. ഞാനത് ഓൺലൈൻ ഉടമ്പടി വെച്ചപ്പോൾ ഞാനത് വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എനിക്കൊന്ന് 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റണേ എന്ന്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുകയും, കൂടാതെ ഞാൻ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേൾക്കൊന്നുമില്ല പ്രാർത്ഥിക്കാൻ വരാം. ലാസ്റ്റ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഇന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും കൂടി വിളിക്കണേ, ഞാനും വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ എന്നും ഒരുമിച്ചിരുന്ന് 5 മണിക്ക്, ഞാൻ എഴുന്നേക്കാൻ വിട്ടുപോയാലും എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചിരുന്ന് 5 മണിക്ക് പ്രാർത്ഥിക്കും. വൈകുന്നേരവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത് എല്ലാ ദിവസവും. പിന്നെ മകൾക്ക് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇവർക്ക് ഭയങ്കര വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു, കോൺസ്റ്റിപ്പേഷനായിരുന്നു. ഞങ്ങളിവിടെ ഒത്തിരി മെഡിസിൻസ്, ഇവിടെ നല്ല ഡോസ് കൂടിയ മെഡിസിൻസ് വരെ കൊടുത്തിട്ടും ഇവൾക്കത് നോർമലായിട്ട് പോകത്തില്ലായിരുന്നു. ഞങ്ങളിവിടുന്ന് മെഡിസിൻ വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്ന് ഞങ്ങൾ മെഡിസിൻ ഒന്നും കണ്ടിന്യൂ ചെയ്തില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഇട്ട് പ്രാർത്ഥിക്കുകയും കഴിക്കാൻ കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഇവൾക്ക് ഒരു മെഡിസിനും ഇല്ല. 2 ദിവസം 3 ദിവസം കുടുംബം പോകുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ പോകുന്നു.
പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു കുടുംബത്തിലൊരു സമാധാനം, എന്നും വഴക്കൊക്കെ നിറഞ്ഞൊരു ജീവിതത്തിൽ ഒരു സമാധാനം. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലോടെ ഞങ്ങളുടെ ജീവിതം ഇപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്നു. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഒരു കുടുംബജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ അന്നിവിടെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ കൃപാസന പത്രമെല്ലാം അന്ന് കൊടുക്കാൻ പറ്റിയിരുന്നു. ഞാനെല്ലാം കൊടുത്തിട്ടാണ് പോയത്. പിന്നെ അത് കിട്ടുക എന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നു എനിക്ക് ഒരു പേപ്പറെങ്കിലും കിട്ടണമെന്ന്. കാരണം വിസയൊക്കെ പോയ സമയത്ത് അതുപോലെ കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് ഒരു പേപ്പറെങ്കിലും എൻ്റെ ഈശോയെ കയ്യിലൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു ചോദിച്ചു, അവിടെ ചേച്ചി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ട്, ഞാനൊരു പേപ്പർ തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരെണ്ണാണോ തരുള്ളൂ, എനിക്ക് ഒന്നുകൂടി തരുമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട് 2 എണ്ണം കൊണ്ട് തന്നു. പക്ഷേ എനിക്ക് അതിനകത്ത് കിട്ടിയത് 7 എണ്ണമായിരുന്നു. ഞാനങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് ഞാൻ ആ 7 പേപ്പറും അവിടെ കൊടുത്തു. അതുകൂടാതെ ഞാൻ അവിടെ ഓരോ രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോഴും ദൈവത്തോട് അവർ അത്ര ബോധത്തോടെ ഉള്ളവരായിരിക്കില്ല, എങ്കിലും അവരുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കണം, മാതാവിനോട് ചോദിച്ചാൽ ഒന്നും തരാതിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് കൂടുതൽ പറഞ്ഞു കൊടുക്കുവാനും അവരിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തോട് കൂടുതൽ, ദൈവമേ ഇവർക്ക് വേണ്ടിയിട്ട് നീ പ്രവർത്തിക്കണം കേട്ടോ, ഇവർക്ക് ഇതിന് പറ്റില്ലാഞ്ഞിട്ട് ആണല്ലോ കർത്താവേ, നീ ഇവരിൽ വേണ്ടി ഇവരുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് ഇവരെ നടത്തണട്ടോ തമ്പുരാനെ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവാനും കഴിയുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചാരിറ്റിയായിട്ട് പൈസ കൊടുക്കുകയും പിന്നെ ആരെങ്കിലും അസുഖമായിട്ട് ഇങ്ങനെ സഹായം ചോദിച്ചാൽ അത് ഞങ്ങൾ സഹായമായി കൊടുക്കാറുണ്ട്. യൂട്യൂബിൽ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടാറുണ്ട്. ചൊവ്വാഴ്ച നമുക്ക് ന്യൂസിലാൻഡിൽ ഇവിടെ ചൊവ്വാഴ്ച പിറ്റേ ദിവസം ബുധനാഴ്ച കൂടാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ എല്ലാം ബുധനാഴ്ച അത് കറക്റ്റായിട്ട് കൂടാറുണ്ട്. അതെല്ലാം ഉപവാസം എടുക്കാറുണ്ട് ബുധനാഴ്ചകളിൽ. സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. ഈ ഉടമ്പടി ധ്യാനവും ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ബൈബിൾ വായന എനിക്ക് 30 മിനിറ്റ്, ഞാൻ അരമണിക്കൂർ കണ്ടിന്യൂസ് ഒന്നും വായിക്കാറില്ല, എങ്കിലും ഞാൻ മാക്സിമം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഇനി ഞങ്ങൾക്ക് ഉടമ്പടിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകാനാണ് താല്പര്യം. ദൈവത്തിന് സ്തുതി. റൂത്ത് 2:12 നിൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ബിനി കുര്യൻ എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിന് അമ്മ മാതാവിലൂടെ ഈശോ നൽകിയ വലിയ അനുഗ്രഹങ്ങളെ, പ്രതിസന്ധികളിൽ നൽകിയ സംരക്ഷണത്തെ, ജീവിതത്തിൻ്റെ തകർച്ചകളിൽ അതിൻ്റെ ഉയർച്ചകളിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. നമുക്കറിയാം, ഉടമ്പടിയിൽ മെഡിസിനൽ പ്രേയേഴ്സ് ആൻഡ് മിറക്കിൾ പ്രേയേഴ്സ് ഉണ്ട്. അത് ഉടമ്പടിയുടെ ഒരു സെറ്റും ഭാഗ്യവുമാണത്. അത് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമാണ്. എത്ര കണ്ട് നാം പൂർണ്ണമായ ശരണത്തോടും വിശ്വാസത്തോടും ഇവ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയുടെ, തകർച്ചയുടെ, രോഗക്ലേശത്തിൻ്റെ സമയത്ത് ആശ്രയിച്ച് ചൊല്ലുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുവോ അത് അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കൊണ്ടുവരുന്നത് കാണാനാവും. ഈ മകൾ സാക്ഷ്യത്തിലത് പ്രത്യേകമായിട്ട് 2-3 ഇടങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുവാനുള്ള വഴി തുറക്കുന്ന സമയത്ത്, അവിടെ ജീവിത പങ്കാളിക്കൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച സമയത്ത് വിസ തീർന്ന് മറ്റൊന്ന് കിട്ടാതെ ഏറെ ക്ലേശം അനുഭവിച്ച് എമിഗ്രേഷനോട് നിരന്തരമായി ഇൻട്രാക്ട് ചെയ്തിരുന്ന സമയത്ത് അന്ന് വരെ മറ്റാർക്കും കിട്ടാതിരുന്ന വഴികളിലൂടെ ഇവർക്ക് വിസ പുതുക്കി കിട്ടിയ വഴികൾ തുറന്നതിൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴൊക്കെയും സഹോദരി ആവർത്തിക്കുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും നിരന്തരം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു എന്നത് തന്നെയാണ്. അത് പ്രത്യേകിച്ച് സഹോദരൻ്റെ ആ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ആ സമയം മുഴുവനും അത് ചൊല്ലിക്കൊണ്ടാണ് കുടുംബം ഒന്ന് സ്റ്റേബിളാക്കിയത്. ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിക്കുവാനാവില്ല എന്ന് തിരിച്ചറിയുമ്പോൾ രണ്ടുപേരും കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ, ജോലിയെടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിച്ച നാളുകളിൽ അമ്മ മാതാവ്
ഓരോ സമയത്തും സന്ദേശം നൽകി ആ സന്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് നിയോഗത്തിൻ്റെ ഫലത്തിലേക്കും ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിലേക്കും അവരെ നയിക്കുന്നത് എടുത്തു പറയുന്നുണ്ട്. ഓരോ സമയത്തുമുള്ള സന്ദേശങ്ങൾ അത് ഒന്ന് സ്വന്തം സ്ഥാപനത്തിൽ വിളിച്ചു ചോദിക്കുവാൻ, ഇമിഗ്രേഷനിൽ വിളിച്ചു ചോദിക്കുവാൻ, ഒന്ന് മെയിൽ ഒന്നുകൂടി അയക്കുവാൻ ഒക്കെ ഓരോ സമയത്തും അമ്മ കൊടുക്കുന്ന സന്ദേശങ്ങൾ അത് ജീവിതത്തിൻ്റെ ആ പ്രതിസന്ധിയിൽ തക്ക സമയത്തുള്ള ദൈവിക ഇടപെടലുകളായി മാറുന്നുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ഉറപ്പോടുകൂടി നമ്മുടെ കരം പിടിക്കുന്ന അമ്മയുടെ സംരക്ഷണമാണ്. ഉടമ്പടി ജീവിതം എവിടെയാണോ അസ്തമിക്കുന്നുവെന്ന് നാം കാണുക, അവിടെ പുതിയ ഉദയമുണ്ടെന്ന് ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അനുഗ്രഹിക്കുന്ന മാർഗവുമാണ്. അതുകൊണ്ട് ഉടമ്പടിയിൽ നമുക്ക് പ്രത്യാശയോടു കൂടി ഉടമ്പടി ആവശ്യപ്പെടുന്നത് പോലെ നമ്മളിൽ നിന്നും എങ്ങനെ ജീവിക്കണമെന്ന് ഉടമ്പടി പറയുന്നുവോ അതുപോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ഉടമ്പടി നമ്മുടെ സ്ഥിരതയോടുകൂടി ജീവിതം മുന്നേറുന്നതിന്, അനുഗ്രഹിക്കപ്പെടുന്നതിന്, സമാധാനം നൽകുന്നതിന്, നല്ലൊരു ആത്മീയ ജീവിതം നയിക്കുന്നതിന് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ആത്മീയ അനുഭവങ്ങൾക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം തന്നെ പരിശുദ്ധ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു. കാരണം ഞാൻ ഇതിനു മുന്നേ വന്ന് തൊഴുതിട്ടുണ്ട്, ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. ഞാൻ കൊല്ലം ചവറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ അമ്പലത്തിൽ നാസനം വായിക്കുന്ന ക്ഷേത്രജീവനത്തിലാണ്. അപ്പോൾ അത് കാരണം ഉടമ്പടി എടുക്കാതിരുന്നു. ഓരോന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളങ്ങ് വിശ്വസിച്ച്, പക്ഷേ മാസത്തൊടിയിലിന് വരുമായിരുന്നു. പിന്നെ എൻ്റെ അപ്പുറത്തുള്ളൊരു ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഉടമ്പടി എടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോളുടെ കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത്. കാരണം എൻ്റെ മോൾക്ക് ഉടമ്പടിയിൽ ഞാൻ പക്ഷേ അങ്ങനെയുള്ള ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, സമ്പാദ്യത്തിൻ്റെ കാര്യം അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഒരു മാതാവിനോടുള്ള ഒരു ഇഷ്ടം കൂടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാര്യം. അപ്പോൾ ഉടമ്പടിയുടെ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയുള്ള ദൈവത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഉടമ്പടി എടുക്കുക എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ ഇപ്പം ഞാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ പൊന്നുമോളുടെ കാര്യം പറയാൻ. എൻ്റെ മോളുടെ പേര് സരയു, അവൾക്ക് 12 വയസ്സാണ്. ഞങ്ങൾ ഇപ്പോൾ ഈ അടുത്തിടെ ഇറക്കിയപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ. എൻ്റെ മോളുടെ ചെവിക്കകത്ത് വേദന വന്ന്, ചെവിയിൽ നിന്ന് വേദന. അപ്പം ഞങ്ങൾ വിചാരിച്ച് ചെവിക്കായാണെന്ന് വിചാരിച്ചാണ് ബഡ്സിട്ട് നോക്കിയപ്പോൾ ബഡ്സിനകത്ത് ബ്ലഡ് വന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ച് കുരുപ്പായിരിക്കുമെന്ന് വിചാരിച്ച്. എല്ലാവർക്കും വരുന്നില്ലേ കുരുപ്പ്. അങ്ങനെ കുരുപ്പാണെന്ന് വിചാരിച്ച് അതങ്ങ് കളഞ്ഞു. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മോൾക്ക് വേദന കൂടി, ഇതേ കണക്ക് ബ്ലഡ് വന്ന്. അങ്ങനെയാണ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവരും പറഞ്ഞ് ചെവിക്കായാണെന്ന് പറഞ്ഞ് ചെവിക്കകത്തൊഴിക്കാൻ മരുന്ന് തന്ന് ചെവിക്കായ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 ദിവസം മരുന്ന് ഒഴിച്ചപ്പോഴത്തേക്ക് 2ാമത്തെ ദിവസം രാത്രി കുഞ്ഞിന് അതികഠിനമായ വേദന തോന്നി. കുഞ്ഞിൻ്റെ ചെവിയിൽ നിന്ന് എന്താണ്ടൊക്കെയോ പുറത്തിറങ്ങി വന്ന് നിൽക്കുന്ന കണക്ക് തോന്നി. പേടിച്ചാണ് എടുത്തുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോടിയിട്ട് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ചെവിക്കകത്ത് ഹോളില്ല, അതുകൊണ്ടാണ് വരാൻ പാടാണ്, അതുകൊണ്ടാണ് ചെവിക്കായ തന്നെ എന്നുള്ളത് അവർ പറഞ്ഞു. തിരിച്ച് എൻ്റെ പിറ്റേന്ന് എൻ്റെ മോൾക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ആ വേദനയും കൊണ്ട് എൻ്റെ മോള് പരീക്ഷയ്ക്ക് പോയി. ഞാൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് പോകണ്ട, അമ്മ വിളിച്ച് പറയാം മോളെ പരീക്ഷയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കേട്ടില്ല. അവൾക്ക് പരീക്ഷയ്ക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ മോള് പരീക്ഷയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ടീച്ചർ കണ്ടപ്പോൾ ചെവിയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. ടീച്ചർ കണ്ടപ്പോൾ ടീച്ചറിന് പേടിയായി, ബ്ലഡൊക്കെ പോകുന്ന കാരണം. ടീച്ചർ തന്നെ കെർഫ് എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള ഹോസ്പിറ്റൽ, ഫേമസ് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കണ്ട് മോളെ കാണിച്ചപ്പോൾ എൻഡോസ്കോപ്പി ഒന്ന് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻഡോസ്കോപ്പി എടുത്തപ്പോൾ എന്തോ ഒന്ന് തടഞ്ഞു നിൽക്കുന്നതായിട്ട് ക്യാമറ കടത്തി വിട്ടപ്പം. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, എൻഡോസ്കോപ്പിക്കകത്ത് എന്തോ മാംസത്തിൻ്റെ ഒരു ഇതുപോലെ കാണുന്നു, നമുക്ക് HRCT എടുത്തൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ HRCT എടുത്തപ്പോൾ അത് തലച്ചോറിൽ നിന്നാണോ സൈഡിൽ നിന്നാണോ എന്നറിയത്തില്ല, മാംസം കിളിച്ചിറങ്ങി നിൽക്കുന്നു. പക്ഷേ ഇത് ഓപ്പറേഷൻ ഉടൻ തന്നെ എടുക്കണം, അല്ലാതെ പറ്റത്തില്ല, ബയോപ്സിക്കും വിടണമെന്ന് പറഞ്ഞു. സത്യം പറയാൻ എനിക്ക് ആവാതിരുന്നായ മോളായത്. 4.5 വർഷം ആവാതിരുന്ന് ഒരുപാട് നേർച്ചകളിട്ടായ മോളായത്. നമുക്കെന്തേലും വന്നാലും നമ്മൾ സഹിക്കും, പക്ഷേ മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ പിടിവിട്ടു പോവും. ഭ്രാന്തായില്ലെന്നേ ഉള്ളൂ എനിക്ക്. എനിക്ക് അമ്പലത്തിൽ നിന്ന് ആസനം വായിക്കാൻ പോകുമ്പോഴും ഞാൻ എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഇച്ചിരി താമസിച്ചിട്ടായാലും മുന്നേ ആയാലും ഞാൻ പ്രാർത്ഥന ഇതുവരെയും മുടക്കിയിട്ടില്ല. അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം കേൾക്കും. ഞാനങ്ങനെ വെളുപ്പാങ്കാലത്തെ പ്രാർത്ഥന ഞാൻ മെസ്സേജുകൾ ഈ 4 ദിവസം കൊണ്ട് അയച്ചുകൊണ്ടിരുന്നു. തിരിച്ച് മെനഞ്ഞാന്ന്, അതായത് ഇന്നലെ പോയി അഡ്മിറ്റ് ആവണമായിരുന്നു ഹോസ്പിറ്റലിൽ.
മെനഞ്ഞാന്ന് ഞാൻ ഇവിടെ വിളിച്ചു, ആരാ എടുത്തതെന്ന് അറിയത്തില്ല ഫോൺ. എടുത്ത വ്യക്തി സിസ്റ്ററാണോ ആരാന്നറിയത്തില്ല. എടുത്തപ്പോൾ ഞാൻ വലിയവായി നിലവിളിച്ചു, സിസ്റ്ററെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കിടന്ന് കരഞ്ഞത്. എൻ്റെ മോളെയും കൊണ്ട് ഓപ്പറേഷന് പോയി, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, അത്യാവശ്യമാണ്. ഭ്രാന്തെടുത്താണൊക്കെ ഞാൻ പറഞ്ഞത്. കാരണം ബയോപ്സിന്ന് കേട്ടപ്പോഴത്തേക്കും ഞാൻ രണ്ടും കഴിഞ്ഞ്. അങ്ങനെ മെനഞ്ഞാന്ന് ഞാൻ അവിടെ പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ ചോദിച്ച് ഉടമ്പടി എടുത്തിട്ട്, ഞാൻ പറഞ്ഞു ഉടമ്പടി ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പം പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട, മാതാവിൻ്റെ കാശുരൂപമായിട്ട് പോയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയാൽ മതി, ഒരു കുഴപ്പമില്ലാതെ ഇതേ കണക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ വിളിക്കുന്ന ഭ്രാന്തെടുത്താണ്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയുന്നത് എന്തോന്നറിയോ, എന്തെങ്കിലും ഒന്ന് വന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളുമായിട്ട്, എൻ്റെ മോൾക്ക് വേദനയ്ക്കൊരിതായിട്ട് ഞാൻ വിടത്തില്ല. കാരണം എൻ്റെ മോളെ ഈ കോലത്തിൽ നിന്ന് വേറൊരു കോലത്തിലേക്ക് എനിക്ക് കാണാൻ പറ്റത്തില്ല. ഞാനതുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് ഈശോയുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരിത് വന്നാൽ ഞാൻ അപ്പഴേ എൻ്റെ മോളെ കൊണ്ട് കയറി തൂകും, ഞാൻ തിരിച്ച് ജീവനോട് വരത്തില്ല മാതാവേ, എൻ്റെ മോളെ ഞാൻ വേദനയ്ക്ക് അടിമയാക്കത്തില്ലെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ അതും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോവുകയും ചെയ്യുന്നത്. രാത്രിയെന്നില്ല പകലെന്നില്ല ഞാൻ പ്രാർത്ഥനയായിരുന്നു. സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ മോൾക്ക് തേനും കൊടുക്കും, ഉപ്പും എല്ലാം കൊടുക്കും, ഉടമ്പടി തൈലം തേച്ച് എല്ലാം കൊടുത്തിട്ടാണ് തിരിച്ച് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഇതുമായിട്ട് ഞാൻ ഇന്നലെ പോയി ഹോസ്പിറ്റലിൽ പോയി. അവർ അഡ്മിറ്റ് ചെയ്ത് വൈകുന്നേരത്ത് എൻ്റെ മോളെ ടെസ്റ്റിനായിട്ട് സിസ്റ്റർമാർ വിളിച്ചുകൊണ്ട് പോയി. ബാക്കി എൻ്റെ മോള് പറയും, കാരണം ഞാൻ എൻ്റെ ഇളയ കുഞ്ഞുമായിട്ട് മേളത്തെ റൂമിൽ കിടന്നത്, ഇളയ ആൾ ഉറക്കമായിരുന്നു. അപ്പം മേളത്തെ റൂമിൽ കിടന്നത് അവരച്ഛനും മോളും കൂടെ, അവരച്ഛനും വന്നിട്ടുണ്ട്, ഇളയ മോളും വന്നിട്ടുണ്ട്. അവരച്ഛനും മോളും കൂടെ ആയിരുന്നു സിസ്റ്റർമാരുടെ കൂടെ താഴോട്ട് ബ്ലഡ് ടെസ്റ്റിനും കാര്യങ്ങൾക്കും മരുന്നിൻ്റെ ഒക്കെ പരിശോധനയ്ക്കും ഒക്കെ പോയത്. മോള് പറയും ബാക്കി കാര്യങ്ങൾ. എൻ്റെ പേര് സരയു, എനിക്ക് 12 വയസ്സാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ അങ്ങനെ മെഡിക്കൽ ചെക്കപ്പിനായിട്ട് ജോഷ്ന എന്ന് പറയുന്നൊരു ഡോക്ടറിനെ പോയി കണ്ട്. ഡോക്ടർ പറഞ്ഞ് നാളെ ഓപ്പറേഷൻ അല്ലേ, അപ്പം എന്തായാലും ചെവി ക്ലീൻ ചെയ്യണം, അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് റൂമിൽ പോയി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലീൻ ചെയ്യുന്ന ചേട്ടനൊരു ഡൗട്ട് തോന്നി. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കി. ആ ചേട്ടൻ ഒന്നുകൂടി എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പം ചെവിയിൽ ഒന്നും കാണുന്നില്ല. അങ്ങനെ ആ ചേട്ടൻ പേടിച്ച് അങ്ങനെ ജോഷ്ന എന്ന് പറയുന്ന ആ ഡോക്ടറിനെ വിളിച്ച്. ആ ജോഷ്ന എന്ന് പറയുന്ന ഡോക്ടർ വന്ന് നോക്കിയിട്ടും ഒന്നും കണ്ടില്ല. അങ്ങനെ എന്നെ സുനിൽ ഡോക്ടർ, മെയിൻ ഡോക്ടറാണ് സുനിൽ ഡോക്ടറിൻ്റെ അടുത്ത് വിട്ട്. സുനിൽ ഡോക്ടറും നോക്കിയിട്ട് കണ്ടില്ല. സുനിൽ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു മിറാക്കിൾ സംഭവിച്ചിരിക്കുന്ന, നമുക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ മോളുടെ ചെവി നേരെ ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതാ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് ഒന്നുകൂടി സ്കാനിങ് ചെയ്ത് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല. എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് ചെവി മരുന്ന് വെച്ചിരിക്കുക. ഞാനിപ്പം മരുന്ന് ഒഴിച്ച് തിരിച്ചു വിട്ട് സത്യത്തിൽ തമ്പുരാനായ കർത്താവിനോടും അമ്മ മാതാവിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. സത്യത്തിൽ എൻ്റെ പൊന്നമ്മയുടെ കണക്കാണ് ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന എൻ്റെ അമ്മ. എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ അമ്മ എൻ്റെ ജീവനാണ്. സത്യത്തിൽ ഇപ്പം എൻ്റെ മോളുടെ കാര്യം, കാരണം ഏതൊരാൾക്കും അവരവരുടെ മക്കൾ പൊന്നാണ്. അവരവർക്ക് എന്ത് വന്നാലും വേണ്ടില്ല, വേദന തിന്നും. പക്ഷെ മക്കൾക്ക് വന്നെന്നറിയുമ്പോൾ ആരെങ്കിലും സഹിക്കുമോ? ചാവാതെ ചത്ത സമയങ്ങളായിരുന്നു, ഞങ്ങൾ മണിക്കൂറുകൾ എണ്ണിയായിരുന്നു ഞങ്ങൾ നിന്ന്. പക്ഷേ ഇന്നലെ ഇത് ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്കേ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അമ്മ മാതാവിനോട് ഒരു കോടി എൻ്റെ ജീവിതം തന്നെ അവിടുത്തെ കാൽക്കീഴ് ഞാൻ അർപ്പിച്ചേക്കുന്ന സമയമായത്. അത്രയ്ക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല അമ്മ മാതാവിൻ്റെ കാര്യം. എൻ്റെ എൻ്റെ അമ്മ. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ പിന്നെ ഗർഭിണികളായ ഒരു പെങ്കൊച്ചിനെ, അവർക്ക് വണ്ടിയില്ലാതെ ഞങ്ങൾ ഹൈവേ കൂടെ പോകുമ്പം അവർ അമ്മായിയമ്മ തടഞ്ഞു നിർത്തിയിട്ട് കരഞ്ഞു പറയും, മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇല്ല എന്നും പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് ആ കൊച്ചിനെ വിക്ടോറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ആക്കിയൊക്കെ ചെയ്ത്. പിന്നെ ഞാൻ നാസരം വായിക്കുന്നതുകൊണ്ട് അധികം ഇതൊന്നും പറ്റത്തില്ല, കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടവും പിടിച്ചില്ല, നമുക്ക് അതിനുള്ള അധികം സമയമൊന്നുമില്ല. എങ്കിലും എന്നാൽ കഴിയുന്നത് ചെയ്തിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ പത്രം കിട്ടുന്നതെല്ലാം ഞാനും എൻ്റെ മോളൂടെ കൊണ്ടുപോയി കൊടുക്കുകയും എൻ്റെ കുഞ്ഞമ്മ വഴി തൊഴിലുറപ്പുകാർക്കൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യും. എല്ലാത്തിനും മാതാവിനോട് നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും അമ്മ മാതാവിൻ്റെ എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. 1 കോടി നമസ്കാരം. സങ്കീർത്തനങ്ങൾ 107:13. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു.
അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചിറഞ്ഞു. ഇന്ദുലേഖ എന്ന ഈ സഹോദരിയും സരയു എന്ന മകളും കുടുംബവും വലിയ നന്ദിയോടുകൂടി പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കിയതിന് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ സ്നേഹം സമർപ്പിക്കുന്നു. നമ്മൾ ഈ അമ്മയുടെയും മോളുടെയും വാക്കുകളിലൂടെ കേട്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുടുംബം കടന്നുപോയ എത്ര ക്ലേശകരമായ സാഹചര്യങ്ങൾ. മകളുടെ ചെവിക്കുള്ളിൽ ഒരു മാംസപിണ്ഡം പോലെ എന്തോ വളർന്നു വരുന്നുവെന്നും ഉടനടി ഓപ്പറേഷൻ ചെയ്യണമെന്നും ബയോപ്സിക്ക് അയക്കണമെന്നും അത് ആദ്യത്തെ സ്കാനിങ്ങിനെല്ലാം വളരെ ക്ലേശകരമായ റിസൾട്ടാണ് കുടുംബത്തെ നിരന്തരം അറിയിക്കുന്നത്. അമ്മ ഉടമ്പടി എത്ര കണ്ട് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് ജീവിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നാദസ്വരം എന്ന ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട് അമ്മ ജീവിക്കുമ്പോഴും അത് രാത്രി വൈകിയും വെളുപ്പിനെയും ഒക്കെ അതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ സഹോദരിക്കുള്ളപ്പോഴും ഉടമ്പടിയുടെ ഓരോ ദിവസവുമുള്ള കാര്യങ്ങളിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ ആ കൃത്യതയോടുകൂടി പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരവും പങ്കുചേരുന്നതിന്, അമ്മയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന്, ധ്യാനം കൂടുന്നതിന്, ഉടമ്പടി പ്രകാരം ഓരോ കാര്യവും ചെയ്യുന്നതിന് കുടുംബം വലിയ സന്തോഷത്തോടു കൂടി പങ്കുചേരുന്നത് അൾത്താരയിൽ വെളിപ്പെടുത്തുകയാണ്. ഈ അൾത്താരയിൽ നിൽക്കുന്ന ഏറ്റവും ഇളയ കുഞ്ഞ് കാണാതെ വിശ്വാസ പ്രമാണം ചൊല്ലി കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെ നയിക്കുന്നത് ഈ കുടുംബം സാക്ഷ്യകൂടാരത്തിൽ പറയുന്നുണ്ടായിരുന്നു. അത്ര കണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും കുടുംബത്തിലുള്ള കുഞ്ഞുമക്കൾ പോലും കാണാതെ പഠിച്ചുകൊണ്ട് അമ്മയിൽ പൂർണ്ണമായി തങ്ങളെ തന്നെ സമർപ്പിച്ച് ഉടമ്പടി തൈലം പൂശി മാതാവിൻ്റെ സംരക്ഷണയിൽ ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതിനെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വല്ലാത്ത ആദിയോടെ ആ ഓപ്പറേഷന് ഡോക്ടർമാർ പറഞ്ഞ ആ നിമിഷത്തെ അതിൻ്റെ മുഴുവൻ ഭാരവും സങ്കടവും ഓർത്തുകൊണ്ട് വിളിച്ച് പറയുമ്പോഴും ഉടമ്പടി കാശുരൂപവും തൈലവുമായി പ്രത്യാശയുടെ അമ്മയോട് പ്രാർത്ഥിക്കുവാൻ സന്ദേശം കൈമാറുകയും അത് ഇന്നലെ ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റായി അതിൻ്റെ അവസാനപ്പെട്ട പരിശോധനകൾ നടത്തുമ്പോൾ പൂർണ്ണ സൗഖ്യം, ഒരു ദശ പോലും ഇല്ലാതെ, യാതൊരു ക്ലേശവുമില്ലാതെ പൂർണ്ണ സൗഖ്യം മകൾക്ക് ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മരുന്നിനപ്പുറം, വൈദ്യശാസ്ത്രത്തിനപ്പുറം ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശത്തെയും രോഗത്തെയും സൗഖ്യപ്പെടുത്തുവാനും നമുക്ക് പുതിയ സന്തോഷം തരുവാനും ദൈവശക്തിക്ക് കഴിവുണ്ട്. ഈശോയും അമ്മയും നമ്മളെ ഉടമ്പടിയിലൂടെ അതിന് പ്രത്യേകമായി സഹായിക്കുകയും ചെയ്യുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച പുതിയ പ്രതീക്ഷയ്ക്കും വലിയ സന്തോഷത്തിനും രോഗസൗഖ്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം. അമ്മയ്ക്കും നന്ദി. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ ആലയത്തിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ എന്നെ മാതാവിനും ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അലൻ നെൽസൺ. ഞാൻ എറണാകുളം ജില്ല ആലുവയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. എൻ്റെ ഇടവക ആലുവ സെൻറ്റ് സേവിയേഴ്സ് ചർച്ചാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022 ഇത്രയും വൈകിയത് സാക്ഷ്യം പറയാനായിട്ട് ആദ്യം തന്നെ മാതാവിനോട് മാപ്പ് പറയുന്നു. എനിക്ക് ഇങ്ങനെ മൈക്ക് പിടിച്ച് ഇങ്ങനെ പറയാനായിട്ട് മടിയാണ്. അത് തന്നെയാണ് കാരണം. എനിക്കെന്നാലും ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര രീതിയിൽ ഉഴപ്പിയിട്ടാണ് ഉടമ്പടി എടുത്തേക്കണത്. എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കുന്ന പോലെ കറക്റ്റ് സമയത്തൊന്നും എണീറ്റൊന്നുമല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പള്ളികളിലൊക്കെ ആദ്യത്തെ ഒരു കൊല്ലം ഞാൻ കറക്റ്റായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ പള്ളിയിൽ പോവും, ആഴ്ചയിൽ കുമ്പസാരിക്കും, ഞാൻ കറക്റ്റ് സമയത്ത് എനിക്ക് പ്രാർത്ഥന കാര്യങ്ങളെല്ലാം എത്തിക്കും. പിന്നെ അങ്ങോട്ട് ഞാൻ ഉഴപ്പാൻ തുടങ്ങി. എന്നാലും മാതാവ് എനിക്ക് 2 വലിയ അനുഗ്രഹങ്ങൾ ഈ കാലയളവിൽ എനിക്ക് തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തത്, കൊല്ലങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. എൻ്റെ അപ്പനമ്മ ചേച്ചി ഞങ്ങൾ 4 പേര് അടങ്ങുന്നൊരു കുടുംബമാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ തറവാട്ടിലാണ്. അപ്പോൾ എൻ്റെ അമ്മാമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾക്കുള്ള കുടുംബം അത് ഭാഗം വെച്ച് അതിൻ്റെ സ്വത്ത് ഭാഗം വെച്ച് ഞങ്ങൾക്ക് കിട്ടിയൊരു എമൗണ്ട് വെച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് വീട് ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയതൊരു പണയത്തിനൊരു വീടാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാണ്ട് ഞങ്ങൾ ആ വീട്ടിൽ അവിടെ ചെന്നു. 4 ലക്ഷം രൂപയാണ് പണയം പറഞ്ഞത് 1 വർഷത്തേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ അവരെ നമുക്ക് തിരിച്ചു തരണമെങ്കിൽ
നമുക്കവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം. പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് അവർ ആ ഒരു സമയത്ത് പൈസയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് അവർ ആ വീട് പണയം വെച്ച് ഞങ്ങൾക്ക് ആ വീട് തന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ പൈസ അവർക്ക് തരാനില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളത് പുതുക്കി അങ്ങനെ 5 വർഷം ഞങ്ങളവിടെ താമസിച്ചു. അങ്ങനെ ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ബാങ്കിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊന്നും പിടികിട്ടിയില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു പേപ്പറൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ കാര്യങ്ങൾ അത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ നമ്പർ കൊടുത്തു. അമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണയം തന്നാണ് അവരുടെ സ്വന്തം വീട് വെച്ച് അവർ ഓൾറെഡി ബാങ്കിന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു തുകയായിരുന്നു. അതിൻ്റെ പകുതി അവർ അടച്ചിട്ടുള്ളൂ. പിന്നെ അവർ തവണകളായിട്ട് അത് അടയ്ക്കാത്തതുകൊണ്ട് അവർ വന്ന് ഇത് ജപ്തി ചെയ്യാൻ പോവുകയാണെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ നിലവിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തൊരു കൂട്ടരാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു 4 ലക്ഷം രൂപ തരാണ്ട് ബാങ്കിന് ഇത്ര എമൗണ്ട് കൊടുക്കാനുണ്ട്. ഇതൊന്നും തരാൻ അവരുടെ കയ്യിൽ പൈസയില്ല. ബാങ്കിൻ്റെ നടപടി അവരെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പൈസ മേടിച്ച് വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്കിക്കോ, എന്തായാലും ഇത് ജപ്തി ചെയ്യാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ അവരുടെ അടുത്ത് ചോദിക്കാനാണ്, അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഇതിപ്പോൾ നിലവിൽ അവരുടെ വീടും പോവും, ഞങ്ങളുടെ പൈസയും പോവും. ഇനി ഞങ്ങളങ്ങോട്ട് പോകും അവരങ്ങോട്ട് പോകും എന്നുള്ളൊരു ഇതിലായി. ലാസ്റ്റ് അവർ ഈ വീട് വിൽക്കാൻ തന്നെ തീരുമാനിച്ചു. വീട് വിൽക്കാൻ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ തന്നെ ആദ്യം ചെന്ന് ചോദിച്ചു. പൈസ ഉണ്ടായിട്ടല്ല, മമ്മിയുടെ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണവും ബാക്കി അവിടെ നിന്ന് കടവും ഇതൊക്കെ മേടിച്ച് എങ്ങനെയെങ്കിലും ആ പൈസ കൊടുത്ത് അവർ പറയണ ഒരു എമൗണ്ട് കൊടുത്ത് ഇത് ഞങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. കൊല്ലങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടില്ലാത്തതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെന്നു. പക്ഷേ അവർ പറഞ്ഞൊരു തുക ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നാൽ വേറെ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേറെ നോക്കട്ടെ, നിങ്ങൾ അതൊരു വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബാങ്കിന് ഈ പറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഇവരുടെ പൈസ അടച്ചില്ലെങ്കിൽ ബാങ്ക് ജപ്തി ചെയ്യും. അപ്പോൾ കുറേ കൂട്ടർ വന്ന് വീട് നോക്കിയെങ്കിലും ആരും വീട് എടുത്തിരുന്നില്ല. പിന്നെ ഞങ്ങൾ എൻ്റെ അപ്പനും അമ്മയും കുറേ കൊല്ലങ്ങളായിട്ട് നടക്കുകയാണ് ഒരു വീടിന് വേണ്ടി. അവർ കുറേ കൊല്ലങ്ങളായിട്ട് നടക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ആലുവ എന്നുള്ള ഒരു ജംഗ്ഷനിൽ തന്നെയാണ്. പക്ഷേ ഇവർ ദൂരെയുള്ള കുറേ സ്ഥലങ്ങളിലാണ് വീട് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് പറയണത്, ഇവിടെ വീടുണ്ടാ, നമുക്ക് അങ്ങോട്ട് മാറിയാലോ, അവിടെ സെൻറ്റിന് അങ്ങനെ വിലയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചേച്ചി ഭയങ്കര വാശി പിടിക്കും, അത് പറ്റൂല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ പറ്റുള്ളൂ. എൻ്റെ സർക്കിൾ വിട്ടുപോകാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എത്ര എന്ത് വന്നിട്ടാണെങ്കിലും ഇവിടുന്ന് പോകില്ല എന്നുള്ള രീതിയിൽ ഞാൻ വാശി പിടിക്കും. അപ്പോൾ പിന്നെ ഞാൻ പ്രാർത്ഥിക്കണ സമയത്ത് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, മാതാവ് എനിക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങണത് എന്നാണോ 2 മാസം, ആ 2 മാസത്തിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഈ പരിസരത്ത് തന്നെ ഒരു വീടും സ്ഥലവും മാതാവ് എനിക്ക് വാങ്ങിച്ച് തരണമെന്ന് ഞാൻ പറയും. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പിന്നെ എൻ്റെ അപ്പനമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ നമുക്ക് ഒന്നുകൂടി സംസാരിച്ച് നോക്കാം, അവർ കൊണ്ടുവന്ന ആൾക്കാരൊന്നും ഈ വീട് എടുക്കണില്ല, ഇപ്പം നിലവിൽ ഒന്നുകൂടി നമുക്കൊരു വില പറഞ്ഞു നോക്കാം, അവരെന്താ പറയണം നോക്കാം. അതിൽ ലാസ്റ്റ് ഒന്നുകൂടി അപ്പനമ്മ പോയി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവർ പിന്നെ ഒരു വില പറഞ്ഞു, ഞങ്ങളൊരു വില പറഞ്ഞു, ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു വില വെച്ച് ഞങ്ങൾ ഉറപ്പിച്ചു. അതിൽ ലാസ്റ്റ് പിന്നെ അതിൻ്റെ പൈസയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമായിരുന്നു അപ്പനമ്മയും കൂടി. അതിൻ്റെ ആദ്യത്തെ പൈസ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് അമ്മയുടെ സ്വർണ്ണങ്ങളും പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ പേര് സഹായിച്ചു. പിന്നെ ഒരു 16 ലക്ഷം രൂപ പിന്നെയും കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൻ്റെ പേരിലാണ് ലോണിന് അപേക്ഷിച്ചത്. അപ്പന് ഒരു 60 വയസ്സായതുകൊണ്ട് അപ്പൻ്റെ പേരിൽ അങ്ങനെ പെട്ടെന്ന് ലോൺ കിട്ടണമെന്ന്, ഇത്ര ഒരു വലിയൊരു എമൗണ്ട് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ അപ്പൻ്റെ അവിടെ കിട്ടാത്തതുകൊണ്ട് കുറേ ഈ ബാങ്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി ഇറങ്ങി. അപ്പം ലാസ്റ്റ് ദൈവമാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ ലോൺ കിട്ടി. എന്നിട്ട് ആ പൈസ അടച്ച് ഇപ്പോൾ ഒരു 5 മാസത്തോളമായി ഞങ്ങൾ ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കണത്. എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമയാണ് എടുത്തത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ആ സമയത്ത് ഞാൻ പഠിക്കണതിലൊക്കെ ഭയങ്കര പുറകോട്ടാണ്. ഞാൻ ഫസ്റ്റ് ഇയർ എനിക്ക് 6 സപ്ലി ഒറ്റയടി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു +2 തന്നെ ഒരു കണക്കിനാണ് ഞാൻ പാസ്സായി പോയത്. അപ്പോൾ ഇനി തുടർന്നുള്ള പഠിത്തത്തിലും ഫസ്റ്റ് ഇയർ തന്നെ 6 സപ്ലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതും പോയി കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു. ഇത് പഠിക്കണതിന് 1 ലക്ഷം രൂപ അടുത്ത് പഠിക്കണതിന് ചിലവുണ്ട്. അപ്പോൾ ഈ അപ്പനമ്മയും കൂടി ഇത് ഇത്ര കഷ്ടപ്പെട്ട് അടച്ചിട്ട് ഇനി ഞാൻ ഇതും മൊത്തം സപ്ലി അടിച്ച് കൂട്ടുകയാണെങ്കിൽ ഞാൻ പിന്നെ
എന്ത് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് ഇയർ അത്ര സപ്ലി കിട്ടിയെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് പാസ്സായി. പിന്നെ ഞാൻ എല്ലാ പരീക്ഷകളിലും പിന്നെ അങ്ങോട്ട് പോകണതിൽ എല്ലാത്തിനും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റും കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ആരും കാണാൻ ടീച്ചേഴ്സ്മാർ പരീക്ഷകളിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാനായിരിക്കും. എന്നിട്ട് ആരും കാണാണ്ട് ഞാൻ പരീക്ഷ പേപ്പറിൻ്റെ അവിടെ ഞാൻ ലോക്കറ്റ് ആയിട്ട് ഇങ്ങനെ കുരിശ് വരയ്ക്കും. ഞാൻ വിശ്വാസപ്രമാണം എത്തിക്കും, മനസ്സാപ്രമാണം എത്തിക്കും. എനിക്കൊരു വിശ്വാസത്തിന് അപ്പോൾ ടീച്ചർമാരെ കാണുമ്പോൾ ചിരിക്കും, എടാ നീ ജയിക്കൂടാ എന്നൊക്കെ അങ്ങനെ പറയും. പിന്നെ അങ്ങോട്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയ പരീക്ഷ തൊട്ട് പിന്നെ ഞാൻ തോറ്റിട്ടില്ല. പിന്നെ ആ 6th സെം വരെ ഞാൻ പാസ്സായി, ഞാൻ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ പാസ്സായി ഇറങ്ങിയിട്ട് ഞാൻ ഈ പഠിച്ചതൊക്കെ ഒരു കണക്കിനാണ്. ഞാൻ പഠിക്കുമായിരുന്നില്ല. ഞാൻ ഈ എന്താ പറയുക, എൻ്റെ കോളേജിലേക്ക് പോകണ മുമ്പ് ഞാൻ KSRTCയിൽ ബാക്ക് സീറ്റിൽ പോയിരുന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വെറുതെ ഫോണിൽ ഒറ്റയടിക്ക് നോക്കിയിട്ട് ഞാൻ പോയിരുന്ന് എഴുതിയത്. ഒരു അക്ഷരം പഠിക്കാണ്ട് ഞാൻ പോയിരുന്ന് എഴുതിയത്. എന്നിട്ട് അപ്പോൾ ഈ കാണാപ്പാടമാണ് പഠിക്കണം സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു മൈൻഡിലുള്ളത് അപ്പം തന്നെ എഴുതി വെക്കും. പിന്നെ ഇതിൽ വല്ല ഡ്രോയിങ് ഒക്കെ ഉണ്ടാവും, അതും എഴുതി വെക്കും. അതും എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് പാസ്സായി. പിന്നെ ഈ ജോലിയുടെ കാര്യം വന്നപ്പോഴാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് 6th സെമ്മായപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യണുണ്ടായി. ആ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ആ കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനായിട്ട്. അപ്പോൾ വേറൊരു നല്ല ജോലി എങ്ങനെ കിട്ടാനാണ്? കാരണം ഞാൻ ഈ പഠിച്ച് ഇതിൻ്റെ പ്രാക്ടിക്കൽ ബേസ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പഠിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കലായിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇലക്ട്രിക്കലാണ് എനിക്ക് അതിൻ്റെ പറ്റി ഒന്നും അറിയായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, എന്ത് ചെയ്യുമെന്നാണ് ഈ മിക്കവരും പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കിട്ടാണ്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും അങ്ങനെ നടക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു ദിവസം എൻ്റെ അപ്പനും അമ്മയും ചേച്ചിയും കൂടി ഞങ്ങൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോയി. അപ്പോൾ മാതാവിൻ്റെ ഒരു ദൂത് എന്നുള്ള രീതിയിൽ ഒരാളെൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ പഠിത്തം എന്തായി കഴിഞ്ഞാന്ന് ചോദിച്ചു. ഇല്ല കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ 6th സെമ്മാണ്, ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യണുണ്ട്, ജോലി നോക്കണം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എയർപോർട്ടിലൊരു ജോലിയുണ്ട്, ചെയ്യാൻ താല്പര്യം ഉണ്ടാകുന്ന ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഹാപ്പി. എയർപോർട്ടിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി. അത് കിട്ടുമെന്നൊന്നും പ്രതീക്ഷ ഉണ്ടായില്ല. എന്നിട്ട് എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം പാസ്സായി, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചെന്നു. ആ ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ നീ പിന്നെ വേറൊരു ചേട്ടൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ആ ചേട്ടനാണ് അവിടുത്തെ എഞ്ചിനീയർ. എന്നിട്ട് ആ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിനുള്ളൊരു ഡേറ്റ് വന്നു. അന്നത്തെ ദിവസം ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ എന്താണ് ഉടമ്പടി തൈലം ഇതും ഉപ്പും ഇതൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോയത്. ആ സമയത്ത് ഇൻ്റർവ്യൂ എനിക്ക് ഈസി ആയിരുന്നു. ഇംഗ്ലീഷിൽ എന്തൊക്കെയോ ചോദിച്ച് കുറച്ചൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ എനിക്കിപ്പോൾ നിലവിൽ ജോലി ലഭിച്ചു. ഇപ്പോൾ ഞാൻ എയർപോർട്ടിൽ എയറോ ബ്രിഡ്ജ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യണു. ഇതെല്ലാം എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ എൻ്റെ പത്രങ്ങൾ അങ്ങനെ കൊടുത്തിരുന്നത് വെച്ച് ഞാൻ പള്ളികളിലും അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും ഞാൻ കൊടുത്തിരുന്നു. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ കുമ്പസാരിച്ചിരുന്നു, കുഴപ്പമില്ലാണ്ട്. പക്ഷേ മാസത്തിൽ ഒരിക്കലൊക്കെയാണ് പിന്നെ കുമ്പസാരിച്ചത്. പിന്നെ കുർബാന ഇപ്പോൾ പോകുന്നുണ്ട്, ഡെയിലി കറക്റ്റ് പോകുന്നുണ്ട്. പിന്നെ 30 മിനിറ്റോളം ഞാൻ എൻ്റേതായിട്ടുള്ള പേഴ്സണലായിട്ട് ഞാൻ പ്രാർത്ഥന ഞാൻ എന്നും എത്തിക്കാറുണ്ട്. രാവിലെ അല്ലെങ്കിൽ എപ്പോഴും എനിക്കിപ്പോൾ ഷിഫ്റ്റ് ജോലി ആയതുകൊണ്ട് എനിക്ക് രാവിലെ നേരത്തെ പോവുകയാണെങ്കിൽ രാവിലെ എനിക്ക് പറ്റൂല. ചിലപ്പോൾ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടായിരിക്കും എത്തിക്കണേ. മുടങ്ങാണ്ട് ഞാൻ എല്ലാ ദിവസവും 30 മിനിറ്റ് എൻ്റെ ഒരു പ്രാർത്ഥന എന്തായാലും ഉണ്ടാവും. പിന്നെ ബൈബിൾ ഇപ്പോൾ ഡെയിലി വായിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്ന മാതാവിനെ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയും. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 ജീവിതത്തിലെ വേദനകളും ആശങ്കകളും പ്രശ്നങ്ങളും ഭയങ്ങളുമെല്ലാം നാം ഒറ്റയ്ക്ക് വഹിക്കുകയല്ല. ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവമാണതെല്ലാം ഏറ്റെടുക്കുന്നത്. വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾക്ക് കുലുങ്ങുവാൻ അനുവദിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മളെ സംരക്ഷിച്ച് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, ഭാവി കാര്യങ്ങൾ, ഭവനമില്ലായ്മ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാരങ്ങളെല്ലാം പരിശുദ്ധ അമ്മയാണ് കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കുറപ്പാണ് ദൈവം കൈവിടില്ല, അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് എന്ന്. നമുക്ക് വഹിക്കാൻ താങ്ങാൻ കഴിയാത്ത കാര്യങ്ങൾ, ഭാരങ്ങളെല്ലാം ദൈവത്തിന് കൊടുക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മെ വഹിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈശോയും അമ്മയും സ്നേഹത്തോടെ
വഹിച്ച് താങ്ങി നിർത്തിയ ഒരു മകൻ്റെ ദൈവാനുഭവ സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അലൻ നെൽസൺ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് 5 വർഷത്തോളം വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഈ മക്കൾക്ക് ഒരു ഭവനം നൽകി. അതും ആ മകൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് ആ ഭവനം ലഭിച്ചതെന്ന്. ജപ്തിയുടെ വക്കിലായിട്ടും ഓരോ രീതിയിൽ ഈശോയും അമ്മയെ ഇടപെട്ട് ആ ഭവനം അവർക്ക് കൊടുത്തതെന്ന് ആ മകന് ക്ലിയറായിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെ കൂടിയ ദൈവകൃപയിൽ കൂടിയാണ് ആ ഭവനം അവർക്ക് ലഭിച്ചത്. ഉടമ്പടി ജീവിതത്തിൽ എത്ര വീഴ്ച ഉണ്ടായാലും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കൃപയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ മകൻ പറഞ്ഞതുപോലെ ഉടമ്പടി പലപ്പോഴും മുന്നോട്ട് പോകുവാനായിട്ട് ബുദ്ധിമുട്ടി, പക്ഷെങ്കിൽ ഈശോയുടെ കൃപയും കാരുണ്യവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഓരോ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ വിശ്വാസ ജീവിതത്തിലൂടെയും വഴുതി പോകുമ്പോൾ വഴുതി പോകുമ്പോൾ ദൈവം ഇവരെ താങ്ങി നിർത്തുന്നതായിട്ടാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും നിരാശകളെയും നടുവിൽ നമ്മളെ തളർത്താത്ത ഒരു ദൈവമാണ്, സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. അങ്ങനെ ഇവർക്ക് ഒരു നല്ല ഭവനം നൽകി അനുഗ്രഹിക്കുകയും ഈ മകന് ഡിപ്ലോമ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് കഴിഞ്ഞിട്ട് അത് തീരുന്നതിന് മുൻപ് തന്നെ, ആ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെയാണ് മാതാവും ഈശോയും ഈ മകൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഒരു മകനിൽ കൂടെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയായിരുന്നു, മോനെ ഡിപ്ലോമ കംപ്ലീറ്റ് ആയോന്നു. ഇപ്പോഴത്തെ കാലത്ത് എത്രയോ കുട്ടികളാണ് എല്ലാ പഠനവും കഴിഞ്ഞ് എല്ലാ ബിരുദവും നേടി സർട്ടിഫിക്കറ്റുമായിട്ട് കാത്തിരിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ ഈ മകന് വേണ്ടി കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈശോയും അമ്മയും ഇടപെട്ട് മോനെ കോഴ്സ് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ഈ മകന് ഒരറിയാത്ത ഒരു വ്യക്തി, ഒരിക്കലും മുൻപ് കാണാത്ത ഒരു വ്യക്തി ഇങ്ങോട്ട് വന്ന് ഈ മകനോട് ചോദിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എയറോ ബ്രിഡ്ജ് ഓപ്പറേഷനിൽ ജോലി ചെയ്യുകയാണ് ഈ മകന്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എല്ലാ കാര്യവും ഏറ്റു ചെയ്യുന്ന ഒരു ഈശോയും ഒരു ദൈവവുമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ മകന്. ഈശോയുടെയും അമ്മയുടെയും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമുക്കും ഉറപ്പുണ്ട്, ദൈവം കൈവിടില്ല, അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുമെന്ന് നമുക്കും ഉറച്ചു വിശ്വസിക്കാം. കൃപാസന പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും വചന വായനയിലൂടെയും അവൻ പറയുന്നത് ചെയ്യുക എന്നാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്. ഈ ശുശ്രൂഷയിൽ എല്ലാം കൂടെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമ്മുടെ ജീവിതത്തിൽ കുലുങ്ങാൻ അനുവദിക്കാത്ത ഒരു അമ്മയാണ്. നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുമ്പോൾ നമ്മുടെ കണ്ണുനീരൊപ്പുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. അലൻ നെൽസനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.